ഞാൻ മൈക്രോ കൺട്രോളർ ഇന്റർഫേസിംഗിൽ സീരിയൽ പോർട്ടിനെ കുറിച്ചാണ് എടുക്കാൻ പോകുന്നത്. ഇതിൽ LCD ഇന്റർഫേസിംഗ് ഒരുപക്ഷെ ഇന്ന് കവർ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കില്ല. കാരണം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ ക്ലാസ്സിലെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തരം കുട്ടികളെ കാറ്റർ ചെയ്യേണ്ടതുള്ളത് കാരണം നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. ഞാനിന്നൊരു പ്രോജക്റ്റ് ബേസ് പോകുന്നത്, പ്രത്യേകിച്ച് പ്രോട്ടോകോൾസ്. ഒരു നിങ്ങളുടെ നമ്മൾ ഈ സെഷനിൽ കൂടെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം കൂടെ നടത്തുക. അതാണ് ഞാൻ പ്രോജക്റ്റ് ബേസ് ലേണിംഗ്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ലാബുകളിലൊക്കെ കൂടുതൽ ചെയ്യിപ്പിക്കുന്നത് കൂട്ടാൻ, കുറയ്ക്കാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ. അതിനാണോ ഇത് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് സംശയം വരും. ഞാനും ക്ലാസ്സിൽ ഇതൊക്കെ തന്നെ എടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല സെറ്റ് കുട്ടികളെ കാറ്റർ ചെയ്യേണ്ടതുള്ളത് കാരണം. രണ്ട്, നിങ്ങൾ മൈക്രോ കൺട്രോളറിൽ കോഡ് എഴുതുന്നു, ഒരുപക്ഷെ അത് ചില സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ കോഡ് ചെയ്യുന്നു. അത് പിന്നെ ഒരു ഹാർഡ്വെയറിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, ആ ഒരു പാർട്ട് മിസ്സിംഗ് ആയിരിക്കും. അപ്പം അത്തരം കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് ഒരു ലൈവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ചെയ്ത് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രോജക്റ്റിലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് വരാം. ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളുകൾ. സമയം പെർമിറ്റ് എങ്കിൽ മാത്രം റിസ്റ്റേറ്റ് ടു LCD. അതല്ലെങ്കിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബ്രീഫായിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാനപ്പോൾ ഇതിൻ്റെ ഒരു എടുക്കാൻ വരച്ച് കാണിക്കാം ഫ്രം ദി സ്ക്രാച്ച്. ഓക്കെ, വീഡിയോ ഒന്ന് ഓഫ് ചെയ്യട്ടെ. കഴിഞ്ഞ തവണത്തെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് വരച്ച കുറച്ച് കാര്യങ്ങൾ, ഏതൊരു ഇന്റർഫേസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തുടങ്ങാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു മൈക്രോ കൺട്രോളർ ആദ്യം അങ്ങോട്ട് വരയ്ക്കട്ടെ. ലൈക്ക് ദാറ്റ്. Just a minute, because something wrong with my whiteboard. I'll just take it once again. Okay. Right. ഞാനപ്പോൾ വീണ്ടും ഒരു മൈക്രോ കൺട്രോളർ വരയ്ക്കുകയാണ്. ഇവിടെ ആദ്യം ഒരു ബോക്സ് വരയ്ക്കുന്നു. ഞാൻ 89S51 എന്നാണ് ഇന്ന് എഴുതുന്നത് കേട്ടോ. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. അതിനൊരു ഗ്രൗണ്ട് ലൈൻ വരച്ചു, VCC വരച്ചു, പ്ലസ് VCC, കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ അതിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്രിസ്റ്റൽ വരച്ചു. അതേപോലെ ഞാനിവിടെ 11.0592 MHz. ഇതെന്തിനാണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. എന്നിട്ട് ഞാനിവിടെ 33 PF 2 കപ്പാസിറ്റർ ഇട്ടു. 33 PF. കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ EA ബാറിനെ പിടിച്ച് പുള്ളപ്പ് ചെയ്തു, പ്ലസ് VCCയിലേക്ക് കണക്ട് ചെയ്തു. 10K റീസെറ്റ് സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഒരു കപ്പാസിറ്ററൊക്കെ വരച്ച് റെസിസ്റ്ററൊക്കെ വരച്ച് പ്ലസ് VCCയിൽ കണക്ട് ചെയ്യാണ്. ഒരു 10 മൈക്രോഫാരഡ് ഇവിടെ, ഒരു 8.2K ഇവിടെ ഇടാണ്. ചെറിയ സ്വിച്ചും കൂടെ ഇവിടെ പിടിപ്പിക്കാന്ന് കഴിഞ്ഞോളം പറഞ്ഞതാണ്. മാനുവൽ റീസെറ്റിംഗ് 100 ohms ഇടാനായിട്ട് അത്തരം കാര്യങ്ങൾ കഴിഞ്ഞോളം കവർ ചെയ്തതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്താണെന്നുള്ളതാണ്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ ഫയൽ കൂടെ വാക്കുകൾ 1 by 1 ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. സീരിയലാണ്, ഡേറ്റ കമ്മിങ് ഇൻ സീരിയൽ. നിങ്ങൾ ഈ വാക്കുകൾ 1 by 1 ആയിട്ട് കേൾക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓരോ വാക്കുകളെ സാമ്പിൾ ചെയ്യാണ്. ഓരോ അക്ഷരങ്ങളല്ല, വാക്കുകളായിട്ട് സാമ്പിൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോണറ്റിക് ഡിക്ഷണറിയിലേക്ക് പോയി കമ്പയർ ചെയ്യാണ് എന്താണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ അത് ഡീകോഡ് ചെയ്തെടുക്കുന്നത്.
മൈക്രോ കൺട്രോളറിലും ഇതേപോലെ പല പ്രോട്ടോകോൾസ് അവൈലബിൾ ആണ്. പ്രോട്ടോകോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഉപയോഗിച്ച് മൊബൈലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വേണമെങ്കിൽ ചൊവ്വയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചൊവ്വയിലേക്കൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ക്വസ്റ്റൻ ആൻസർ സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ആണ്. ഒരുപക്ഷെ നമ്മൾ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, AM, FM, FSK, PSK, ഫ്രീക്വൻസി ബാൻഡ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നു. അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ട് ഒരു ഡേറ്റ അയക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും എന്താ വരിക? ഡേറ്റ വയർലെസ് ആയിട്ട് അയക്കണമെങ്കിൽ ഡേറ്റ എടുക്കണം, അതിന് FM ആക്കണം അല്ലെങ്കിൽ AM ആക്കണം, ഡേറ്റ അയക്കണം, റിസീവ് ചെയ്യണം. ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല, നമ്മളിവിടെ അപ്പം ഉപേക്ഷിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിബിൾ അല്ല. കാരണം വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ പല നിയമങ്ങൾക്ക് വിധേയമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എയറെ കൂടെ ഒരു വയർലെസ് ആയിട്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്ന പോലുള്ള ഫ്രീക്വൻസി ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം മെജോറിറ്റി ഫ്രീക്വൻസികളും ലൈസൻസ്ഡാണ്. ഇനി അൺലൈസൻസ്ഡ് ബാൻഡിലൊക്കെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ ഒരുപാട് നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിനെ കുറിച്ചുള്ള നിയമങ്ങൾ, ഡിസ്റ്റൻസിനെ കുറിച്ചുള്ള നിയമങ്ങൾ, ഡ്യൂട്ടി സൈക്കിൾ, അതൊന്നും ഞാനിവിടെ കവർ ചെയ്യുന്നില്ല, നമ്മുടെ സെക്ഷന്റെ സ്കോപ്പിൽ വരുന്നല്ലാതെ. എന്നാൽ പോലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിനാണ് നമ്മൾ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാൻ. അപ്പോൾ പ്രോട്ടോകോൾ സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ചാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കമ്പ്യൂട്ടറും നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എക്യുപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഡിസൈൻ ഒക്കെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇതെല്ലാം മറ്റു മെഷീനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. മനുഷ്യനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഡിസ്പ്ലേ കീബോർഡ് ഒക്കെ ഉണ്ട്. അപ്പൊ മനുഷ്യനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു മെഷീൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതിനെയാണ് ഇപ്പൊ നമ്മൾ പുതിയ യുഗത്തിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT എന്നൊക്കെ പറയാം. അപ്പൊ കണക്റ്റഡ് അല്ലാത്ത ഡിവൈസസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല. അല്ലാതെ റെഫ്രിജറേറ്റർ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എയർ കണ്ടീഷണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കൂടാതെ തന്നെ നിങ്ങൾക്ക് ദൂരെ നിന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ എല്ലാം എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് പാർട്ട് ഓഫ് ഇന്റർനെറ്റ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഒരു പ്രോബ്ലമാണ്. അപ്പൊ ഈ മൈക്രോ കൺട്രോളർ ഇതൊക്കെ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ ആ മിസ്റ്ററിയാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്, ഒന്നാമത്തെ മിസ്റ്ററി. അപ്പോൾ നാച്ചുറലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ അടുത്തിരിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ന് കരുതുക. ഉദാഹരണം പറഞ്ഞാൽ പ്രിന്റർ ആകാം, അല്ലെങ്കിൽ അതേപോലെ വളരെ അടുത്തിരിക്കുന്ന, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന, അതിന് നമുക്ക് എന്ത് ചെയ്യാം? വയേർഡ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. വയർ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഒരു 1.5 മീറ്ററോ അല്ലെങ്കിൽ ചിലപ്പോൾ 50 മീറ്ററോ അല്ലെങ്കിൽ 1 കിലോമീറ്റർ വരെയൊക്കെ ചില കേസിൽ വയർ വലിച്ചു പോകേണ്ടി വരും. ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെ ആവശ്യം വരും. അതല്ല, നിങ്ങൾക്ക് വയറ് പറ്റില്ല, നിങ്ങൾക്ക് ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നേരത്തെ പറഞ്ഞ FM, AM ഒന്നും ഇവിടെ പോകാൻ പറ്റില്ല. നമ്മളിവിടെ ആലോചിക്കുന്നത് പ്രോട്ടോകോൾസിനെ കുറിച്ച് ആലോചിക്കും. അപ്പൊ ആ കേസിൽ നമ്മൾ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യും. അപ്പൊ അതൊക്കെ എങ്ങനെ അത് പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2, ഇപ്പൊ നിങ്ങൾക്ക് ലോകത്തെവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിലിരുന്നുകൊണ്ട് ദൂരെ എന്റെ കോളേജിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലെന്താ? നമുക്ക് SMS അയച്ചു കളയാം. അതൊക്കെ ഔട്ട്ഡേറ്റഡ് കാര്യങ്ങളാണ്. SMS ഒന്നും ഇപ്പോൾ ഇല്ല. SMS ഒന്നും അയക്കുന്ന പ്രാക്ടിക്കലും അല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ഉപയോഗിക്കും. IP, വൈഫൈ അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് നമ്മൾ ഒരു റൂട്ടറിലേക്ക് നമ്മുടെ എക്യുപ്മെന്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ സെൻസർ നെറ്റ്വർക്കുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ZigBee പറയുന്ന പ്രോട്ടോകോൾസ് യൂസ് ചെയ്യും. പിന്നെ ഇപ്പോൾ പുതിയ ഒരുപാട് പ്രോട്ടോകോളുകൾ വേറെ വരുന്നുണ്ട്. ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോട്ടോകോളുകൾ. അപ്പം പ്രോട്ടോകോൾ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ പ്രോജക്റ്റിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും SMS അല്ല, മനസ്സിലാക്കണം. ഐഡിയൽ പ്രോട്ടോകോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ നാച്ചുറലി 8051 അത് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ പ്രോട്ടോകോളുകളുടെ ഒരു ബേസിക് ഫീച്ചർ എന്താ, പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോട്ടോകോളിനെ വേറൊരു പ്രോട്ടോകോളായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ഉണ്ടാകുന്ന പ്രോട്ടോകോൾ ബേസിക്കലി സീരിയൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സീരിയൽ കമ്മ്യൂണിക്കേഷൻ മതി. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ വിത്ത് സർട്ടൺ അതർ ചിപ്പുകൾ അല്ലെങ്കിൽ വിത്ത് യൂസിങ് സർട്ടൺ അതർ മൊഡ്യൂളുകൾ. ഇപ്പൊ നിങ്ങൾ ചിപ്പുകളെ കുറിച്ച് പറയണ്ട, ചിപ്പുകളെയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒരു മെച്യൂർ ഡിസൈനർ അല്ലെങ്കിൽ പ്രോഗ്രാമർ ആകണം. ഇപ്പൊ മൊഡ്യൂൾസ് കിട്ടും. ഇപ്പം വൈഫൈ മൊഡ്യൂളോ അല്ലെങ്കിൽ ZigBee മൊഡ്യൂളോ അതല്ലെങ്കിൽ ബ്ലൂടൂത്ത് മൊഡ്യൂളൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇതുമായിട്ട് അങ്ങനെ എല്ലാം എനി കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ഇറ്റ് ഹാസ് ഗോട്ട് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അത് നമുക്ക് സോഫ്റ്റ്വെയർ യു വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ഇൻ യുവർ ചിപ്പ്, ഹാർഡ്വെയർ യു കൻ ബൈ ഇറ്റ് ഫ്രം ലോക്കൽ മാർക്കറ്റ്. അതാണ് ആ പ്രോട്ടോകോൾ സെലക്ഷനിൽ ഒന്നാമത് വരുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇപ്പം നമുക്കിപ്പോൾ തൽക്കാലം സീരിയൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ അത് വരയ്ക്കാൻ പോവാം. ഇപ്പൊ എന്തായാലും സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മുടെ മെഷീനിൽ 2 IC ചിപ്പ് പിന്നുകളാണ് ഉള്ളത്. ഒന്ന് RX, EX, ഈ 2 പിന്നാണ്. ഈ പിന്നെ എങ്ങനെ എന്താണ് ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നോക്കാം.
ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, വാക്കുകൾ ഒന്ന് ആഫ്റ്റർ ദി അതർ വരിക. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഏതാണ്ട് സിമിലർ രീതിയിലാണ് വരുന്നത്. ഇപ്പൊ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾക്കൊരു സ്റ്റാർട്ട് ബിറ്റ് വരും, എന്നിട്ട് നിങ്ങൾക്ക് ഡേറ്റാ ബിറ്റുകൾ, ഞാൻ ഇങ്ങനെ ജനറലായിട്ട് വരയ്ക്കുകയാണ് ഡേറ്റാ ബിറ്റ്, എന്നിട്ട് യു ഗെറ്റ് എ സ്റ്റോപ്പ് ബിറ്റ്, ലോ ആണ്. സ്റ്റാർട്ട് ബിറ്റ് വിൽ ബി എ ഹൈ ആൻഡ് ലോ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ, ഇപ്പൊ ഒരു സ്റ്റാർട്ട് ബിറ്റ് വന്നു, ദെൻ യു ഹാവ് ഗോട്ട് 00 ആണ് നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ 00, 1, once again 1, then 0, ഇഷ്ടമുള്ള ഡേറ്റ കേട്ടോ, 0 0 0, എത്ര 1 2 3 4 5 6, then again 1, and it can be another 1 and 0. ചില കേസിൽ 7 ബിറ്റ് അയക്കുള്ളൂ. 7 ബിറ്റ് അയച്ചിട്ട് നമ്മൾ അവസാനത്തെ പാരിറ്റി ബിറ്റ് ആയിട്ട് പറയാം. അതിനെയാണ് നമ്മൾ യുസാർട്ട് എന്ന് പറയാം, യൂണിവേഴ്സൽ സിൻക്രണസ് അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്മിറ്റ്. നമ്മൾ പാരിറ്റി ബിറ്റ് എന്താണ് ഈ ഡേറ്റ ട്രാൻസ്മിറ്റിനകത്ത് സിൻക്രണൈസേഷൻ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്ന ഒരു അൺസിൻക്രണൈസ്ഡ് മോഡിലാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, നിങ്ങളിപ്പോ ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. നോ റെസ്പോൺസ് ഫ്രം യുവർ സൈഡ്, ഇറ്റ് ഇസ് കോൾഡ് അസിൻക്രണസ്. നമ്മൾ അയക്കുക, ഡേറ്റ റിസീവ് ചെയ്തു എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യാണ്. സിൻക്രണസോ, ഞാൻ നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിക്കുകയാണെന്ന് കരുതുക. ഇപ്പൊ ഞാനൊരു വാക്ക് പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് മൂളും, ഓക്കെ കേട്ടു എന്നുള്ളതാണ്, അല്ലെ മനസ്സിലായി എന്നുള്ളത്. Then I will send the next set of information. You once again will be acknowledging. അപ്പൊ അങ്ങനെ ഒരു മോഡ്, അതാണ് യു ആർ. അത് ഡിപ്പെൻസ് കേട്ടോ. അത് നമ്മൾ മിക്ക കമ്മ്യൂണിക്കേഷനിലും അസിൻക്രണസ് അല്ല, സിൻക്രണസ് ആണ്. മാത്രമല്ല ഒരുപാട് എറർ കറക്ഷൻ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എറർ കറക്ഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്ന സമയമില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാം ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് മൈക്രോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അത് എടുത്തു, പ്രോബബിലിറ്റി ഒക്കെ വെച്ച് നിങ്ങൾ എടുക്കുകയാണ്. ഞാൻ പറയുന്നത് മൈക്രോ കൺട്രോളർ ആണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, സംതിങ്. പക്ഷെ നമ്മളിവിടെ വി ടോക്കിംഗ് അബൌട്ട് അസിൻക്രണസ്, സിൻക്രണസ്, വാട്ട് എവർ ഇറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഡേറ്റ പോവുക. അപ്പൊ ഡേറ്റ സ്റ്റാർട്ടിംഗ് വിത്ത് സ്റ്റാർട്ട് ബിറ്റ് ഹിയർ ആൻഡ് എ സ്റ്റോപ്പ് ബിറ്റ് ഹിയർ, ആൻഡ് യു ഹാവ് ഗോട്ട് 8 ഡേറ്റ ബിറ്റ്സ്. അങ്ങനെ ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഡേറ്റ നമ്മളൊരു വയർ വഴി അങ്ങ് അയക്കുക. ഏത് വയർ വഴി? ഈ ട്രാൻസ്മിറ്റ് വയർ വഴി ഡേറ്റ അയക്കുന്നു. ഒരു മെഷീൻ മെത്തേഡ് അത് ഞാൻ പറയാം. ഞാൻ അടുത്ത എക്യുപ്മെന്റിലേക്ക് അയച്ചു, അല്ലെ അടുത്ത മെഷീനിലേക്ക് അയച്ചു. ആ മെഷീൻ എന്ത് ചെയ്തു? മെഷീന് ഈ സാധനം തന്നെയാണ് കിട്ടുന്നത്. ഞാൻ ഈ അയച്ച സാധനം ഏതാണ്ട് അതേപോലെ ഒന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത്തിരി വോൾട്ടേജ് ഒക്കെ കുറയും, ചിലപ്പോൾ ഡേറ്റ തന്നെ മിസ്സായി പോകും, തെറ്റിപ്പോവും. ഓക്കെ, ഇതിനെന്താണെന്നറിയില്ല, ഇതെന്താ വന്നതിന് എങ്ങനെ ഡീകോഡ് ചെയ്യുന്നുള്ളതാണ്. അതിനാണ് നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് ബോർഡ് റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബിറ്റ്സ് പെർ സെക്കൻഡ്. എന്ത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതാണ് ബോർഡ് റേറ്റ്. ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നു, നിങ്ങളൊക്കെ സെൽഫ് ബോർഡ് റേറ്റ് ഡിസൈഡ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് നിങ്ങൾ പറയുമ്പോൾ ഞാൻ സ്പീഡിൽ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും. അതൊക്കെ പറയുകയാണെങ്കിൽ പറയില്ല. അങ്ങനെയുള്ള കേപ്പബിലിറ്റി ഒന്നും മെഷീനില്ല. ചില മെഷീൻസും ഉണ്ട് കേട്ടോ, ചില പ്രോട്ടോകോൾസും ഉണ്ട്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ബോർഡ് റേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ പാനലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ പാനൽ എടുക്കുകയാണെ, ഞാൻ കൺട്രോൾ പാനലിൽ ഓക്കെ പാനൽ ടൈപ്പ് ചെയ്യാം. കൺട്രോൾ പാനലിൽ ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു ബോർഡ് റേറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചില്ല. സീൽ പോർട്ട് ഡിവൈസ് മാനേജർ എടുക്കുന്നു. ഡിവൈസ് മാനേജർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ പോർട്ട് കാണാം. അപ്പം ഞാൻ ഒരു എണ്ണം ക്ലിക്ക് ചെയ്യാം. നോക്കിയാൽ പോർട്ട് സെറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ബിറ്റ് റേറ്റ് കണ്ടില്ലേ? ഇത്രയും സെറ്റ് ഓഫ് ബോർഡ് റേറ്റുകളുണ്ട്. ഒരു എക്യുപ്മെന്റിന് പ്രത്യേകിച്ച് ബോർഡ് റേറ്റ് ഒന്നും പറയുന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സാധാരണ ഒരു കമ്പനി തരുന്നത് 9600 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ബിറ്റ് വേണോ, എന്ത് ടൈപ്പ് പാരിറ്റി വേണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സ്പീഡ്, സ്റ്റാർട്ടിങ് ഫ്രം 75 to 128,000 ബിറ്റ്സ് പെർ സെക്കൻഡ് കേട്ടോ. ഇത് വളരെ സ്ലോ ആണ് കേട്ടോ. അത് കാരണം തന്നെ ഈ പ്രോട്ടോകോളുകൾ പല ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രോട്ടോകോളുകൾ ഈ സ്പീഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ ഈ പ്രോട്ടോകോളിന്റെ ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയക്കുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും ഒരേ ബോർഡ് റേറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ 9600 ബോർഡ് റേറ്റിലാണ് അയക്കുന്നതെങ്കിൽ റിസീവ് ചെയ്യുന്ന മെഷീന് 9600 ബോർഡ് റേറ്റിൽ ഡേറ്റ റിസീവ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ സാമ്പിൾ ചെയ്യാണ്. ബോർഡ് റേറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെ ഇത് കറക്റ്റ് ആണ്, ബോർഡ് റേറ്റ് ഇവിടെ വെച്ചാൽ സാമ്പിൾ ചെയ്യുന്നുണ്ടെങ്കിലോ, ഇപ്പം സാമ്പിളിംഗ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? കിട്ടിയ വാല്യൂ തെറ്റിപ്പോവും. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ബേസിക്കലി ഇതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഡേറ്റ സീരിയലായിട്ട് അയക്കുകയാണ്, വൺ ആഫ്റ്റർ ദി അതർ, ബിറ്റ് ആഫ്റ്റർ ദ ബിറ്റ്. അത് റിസീവ് ചെയ്യുന്ന മെഷീൻ അതിനെ എടുത്തിട്ട് ആ ബോർഡ് റേറ്റ് വെച്ചിട്ട് സാമ്പിൾ ചെയ്തിട്ട് അതിൻ്റെ ലെവൽ നോക്കിയിട്ട് ആ ബിറ്റിനെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഡേറ്റ കംസ് ഇൻ സീരിയൽ. രണ്ടാമത്തെ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
you can either have a synchronous mode of transmission by properly setting the as serial port setting. It can be a UART or a UART. Asynchronous ആണെന്നുണ്ടെങ്കിൽ you are just sending. ചില കേസിലൊക്കെ നമുക്ക് we can go for asynchronous. നമ്മൾ വളരെ അടുത്താണ് equipment, നമ്മൾ വളരെ ഷുവർ ഡേറ്റ അയച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതുണ്ടെങ്കിൽ you can. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് അസിൻക്രണസ് മോഡിൽ സംസാരിക്കുന്നു, ഡേറ്റ കറക്റ്റ് ആയിട്ടൊക്കെ അവിടെ എത്തുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് കേസ് യു ക്യാൻ. ഇതാണ് ബേസിക്കലി സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോ നാച്ചുറലി സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഇൻഡസ്ട്രിയില് 2 പ്രോട്ടോകോൾസ് ആണ് നിലവിലുള്ളത്. ശ്രദ്ധിക്കണേ, സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ യു ഹാവ് 2 സ്റ്റാൻഡേർഡ്സ്. ഇതിൽ ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ആണ് RS-232. രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ആണ് RS-485. ഞാൻ ഈ 485നെ കുറിച്ച് പറയുന്നത്, ഞാൻ RS-232നെ കുറിച്ച് പറയാം. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ RS-232 അസ്യൂം ചെയ്താണ്. RS-232 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയേർഡ് പ്രോട്ടോകോളാണ്, വയർ വഴി ഡേറ്റ അയക്കുന്ന പ്രോട്ടോകോളാണ്. ഇതിന് നമ്മളൊരു പ്രത്യേകതരം വയർ ഉപയോഗിക്കും, സീരിയൽ കേബിൾ യൂസ് ചെയ്യും. അപ്പോൾ സീരിയൽ കേബിളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് അത് കുറച്ച് കഴിയുമ്പോൾ അത് കാണിച്ചു തരാം. അപ്പൊ സീരിയൽ കേബിൾ എന്ന് വെച്ചാൽ 9 പിൻ D ടൈപ്പ് കണക്ട്. ഇതിനകത്തൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, പിൻ കണക്ഷനോ കേബിളുകളോ അതിന്റെ കണക്ഷനോ ഒന്നും നമ്മൾ പ്രോട്ടോകോളിൽ മാറ്റാൻ പറ്റില്ല. ലോകം മുഴുവൻ സ്റ്റാൻഡേർഡാണ്. ഇപ്പൊ 9 പിൻ കണക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാണ് ഇല്ല ഞാൻ 24 പിൻ കണക്ടർ യൂസ് ചെയ്യണമെന്ന് പറ്റത്തില്ല, കാരണം മറ്റ് എക്യുപ്മെന്റ് ഒക്കെ ഇതിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വേറൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഒരേ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അപ്പൊ ഇതിനകത്തൊന്നും നിങ്ങൾക്കൊരു സെലക്ഷൻ ഇല്ല, ഇതിനകത്ത് ഒരു കൺട്രോൾ ഇല്ല, എന്ത് പറയുന്നു അതേപോലെ തന്നെ ചെയ്യണം, എന്നാലേ കമ്മ്യൂണിക്കേഷൻ. ഞാൻ മലയാളം എന്റെ ലിപി ഉണ്ടാക്കാൻ പോവാ, ഒരു കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്റെ സംസാര രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോവാ, കാര്യമുണ്ടോ? കേൾക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ പ്രോട്ടോകോൾസ് നമുക്ക് whatever it is ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ whatever it be, you have to follow ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മെഷീൻ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ കണക്ടർ എന്ന് പറഞ്ഞാൽ കണക്ടർ അത് തന്നെ. ഇപ്പൊ നിങ്ങൾ USB കണക്ടർ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ USB കണക്ടർ ഇറ്റ് ഈസ് ഓൺ ദ സെയിം. സോ ഈവൻ ഇൻ യുവർ പ്രോജക്ട് ഓർ whatever it be, you have to use the same thing. ഈ പ്രോട്ടോകോളിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടോകോൾ വളരെ സ്പീഡ് കുറവാണ് കേട്ടോ. ഈ സ്പീഡ് കുറവായത് കാരണം ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറുകളിൽ ഈ പ്രോട്ടോകോൾ കാണാൻ പറ്റില്ല, ഉള്ളിലുണ്ട്. മാത്രമല്ല ഇൻഡസ്ട്രിയിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന RS-232. ഒരു കോമൺ മാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം കോമൺ മാൻ ജസ്റ്റ് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം അല്ലേ. അതിന് ഈ പ്രോട്ടോകോൾ ഒന്നും ആവശ്യമില്ലാത്തതാണ്. ഇപ്പോഴത്തെ മിക്ക കമ്പ്യൂട്ടറുകളിലും ഈ പ്രോട്ടോകോൾ ഇല്ല. അതിപ്പോ എങ്ങനെ മാനേജ് ചെയ്യുന്നത് ഞാൻ പറയാം. എന്തായാലും ഈ പ്രോട്ടോകോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ഇതിനെന്താ നമ്മൾ പറയാ, ഫുൾ ഡ്യൂപ്ലെക്സ് എന്നാ പറയാ അല്ലെ. ഫുൾ ഡ്യൂപ്ലെക്സ് പറഞ്ഞാൽ യു വിൽ ബി സൈമൾട്ടേനിയസ്ലി സെൻഡിങ് ഡാറ്റ ആൻഡ് യു വിൽ ബി റിസീവിംഗ് ഡാറ്റ. രണ്ട് സൈമൾട്ടേനിയസ് ആണ്. ഹാഫ് ഡ്യൂപ്ലെക്സ് പറഞ്ഞാലോ നമ്മൾ ഈ വാക്കി ടോക്കിലൊക്കെ സംസാരിക്കുന്ന കേട്ടില്ലേ, യു വിൽ ബി യൂസിംഗ് ഓൺലി ഓൺ ചാനൽ. ആദ്യം നിങ്ങൾ സംസാരിക്കും, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കേൾക്കാൻ പറ്റുള്ളൂ. RS-485 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോട്ടോകോളാണ് കേട്ടോ. അത് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യില്ല, നിങ്ങൾക്ക് നെറ്റിലൊക്കെ പോയി നോക്കാം എന്റെ ആപ്ലിക്കേഷൻ. 232 അപ്പൊ 232ന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയർ വഴി ഡാറ്റ അയക്കാം. വയർ വഴി ഡാറ്റ എന്ത് ദൂരം അയക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 50 മീറ്റർ ഒക്കെ അയക്കാം. നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ വർക്ക് അപ് ടു 10-12 meters എന്നാ പറയാ. ബട്ട് കംഫർട്ടബിളി യു ക്യാൻ യൂസ് അപ് ടു 100 meter, 100 meter വരെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ 100 meter വരെ ഒരു കേബിളിൽ കൂടെ ഡേറ്റ അയച്ച എന്ത് സംഭവം? എന്തായി ഡേറ്റ? ഡേറ്റ യൂഷ്വലി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് 0 volt, 1 എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് 5 volt. അപ്പൊ നിങ്ങളൊരു 10 meter നീളമുള്ള ഒരു കേബിളിൽ കൂടെ 5 volt അയക്കുക. ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അവിടെ 5 volt കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കേബിളിന് റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ എന്ത് പറ്റും? കുറച്ച് വോൾട്ടേജ് അങ്ങ് അറ്റുനേറ്റ് ചെയ്ത് പോകും. അറ്റുനേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡാറ്റ കിട്ടില്ല. 5 അയച്ചാൽ ചിലപ്പോൾ 2 volt, അത് പറ്റത്തില്ല. RS-232 നിങ്ങൾ 0 അയക്കുന്നത് +12 volt ആയിട്ടാണ്, 1 അയക്കുന്നതോ -12 volt ആണ്. ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു വലിയ മാർജിൻ അവിടെ ഉണ്ട്. അപ്പൊ 0+ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മെഷീന് മനസ്സിലാകും ദി കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇസ് ഇന്റൻഡഡ് ഈസ് ഫോർ 1 അല്ലെ ഫോർ 0. മൈനസ് ആ കിട്ടിയെന്നുണ്ടെങ്കിൽ മെഷീന് മനസ്സിലാക്കാൻ പറ്റും ദി കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇസ് ഇന്റൻഡഡ് ഈസ് 1 എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഡേറ്റ 12 -12 ആയിട്ട് അയക്കുക. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മെഷീനിൽ നമുക്ക് 5 volt 0 volt ആയിട്ട് ഡേറ്റ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ 5 volt 0 volt കിട്ടുന്ന ഡേറ്റയെ നമ്മൾ 12 volt ആക്കണം. അതിനെന്ത് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൈക്രോ കൺട്രോളറിന്റെ RX-TX പിൻ, അത് പിന്നെ ഏതാണ് നിങ്ങൾ ഡാറ്റ ഷീറ്റ് നോക്കിയാൽ മനസ്സിലാവും. അത് നോക്കിയാൽ മതി, പിൻ ഡയഗ്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പൊ പിന്നൊന്നും ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് തന്നെ പറഞ്ഞു, പിന്നൊന്നും ഇവിടെ പിന്നൊക്കെ അത് കാണാൻ പഠിക്കേണ്ട കാര്യം നമ്മുടെ സിലബസിൽ അത് പറയുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടാസ്ക് എന്താ? 5 volt ഹാസ് ടു ബി കൺവേർട്ടഡ് ടു -12 volt. അതിന് നമ്മളിവിടെ ചിപ്പ് യൂസ് ചെയ്യാം. ഈ ചിപ്പ് ഇതൊക്കെ നമ്മൾ ടിപ്പിക്കൽ ഒരുപാട് പഠിച്ചിരിക്കുന്ന ആപ്ലിക്കേഷന്റെ ഒരു ഇതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ചിപ്പാണ് MAX-232. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ കപ്പാസിറ്ററുകളൊക്കെ ഇങ്ങനെ കണക്ട്, 5 കപ്പാസിറ്റർ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നതാണ്.
ഈ മാക്സ് 232 ഒരു വണ്ടർ IC ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഇത് വർക്ക് ചെയ്യുന്നത് +12 വോൾട്ടിലാണ് കേട്ടോ. +5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, +12 അല്ല, +5 വോൾട്ടിൽ വർക്ക് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഡേറ്റ 12 കിട്ടും. -12 എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, വോൾട്ടേജ് ഡബിൾസ് മൾട്ടിപ്ലൈസ് ഒക്കെ അതാണ് ഉള്ളിലുള്ളത്. 5 വോൾട്ട് പവർ സപ്ലൈ 5 ഉള്ളെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് +12 -12 കിട്ടും. അപ്പോൾ മാക്സ് 232 നിങ്ങൾക്ക് ഇവിടെ 6 ഔട്ടിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, ഇവിടെ T ഇന്നിലേക്ക് കൊടുക്കാം. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഡേറ്റ എടുക്കാം. ഡേറ്റ എടുത്തിട്ട് ഇവിടെ നമ്മൾ 9 പിൻ ഡി ടൈപ്പ് കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഡി ടൈപ്പ് എന്താണെന്ന് ഞാനത് കാണിച്ചു തരാം ക്യാമറയിലേക്ക് വരുമ്പോൾ. ഡിയുടെ കണക്കിരിക്കുന്ന 9 പിന്നുള്ള കണക്ടർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ മെഷീനിൽ യൂസ് ചെയ്യേണ്ടത് ഫീമെയിൽ കണക്ടറാണ് കേട്ടോ. കമ്പ്യൂട്ടറിലുള്ളത് മെയിലാണ്, ഇതിൽ ഫീമെയിൽ കണക്ടറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3, 5 ഇങ്ങനെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. 9 പിന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നിടത്തൊന്നും കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോറി, RX ആണ് സോറി, ഇത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്നത് 2, 3. ട്രാൻസ്മിറ്റ് എന്തായാലും 2 കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, റിസീവ് 3 കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, 5 ഗ്രൗണ്ട് ചെയ്യണം നിർബന്ധമാണ്. കമ്പ്യൂട്ടറിൽ തിരിച്ചാ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രത്യേകം എന്താ വെച്ചാൽ മറ്റേ റിസീവിൽ കണക്ട് ചെയ്യണേ, ഒരു ക്രോസിംഗ് അവിടെ വരണം. അതൊക്കെ നമ്മൾ ബോർഡിൽ മാനേജ് ചെയ്യും. കേബിള് പാരലൽ കേബിളാണ് കിട്ടുന്നത്, ബോർഡിൽ നമ്മൾ മാനേജ് ചെയ്യും. അപ്പോൾ ഒറ്റ കോൺസെപ്റ്റ് വെച്ചാൽ 2 മെഷീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് കേബിൾ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിലേക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോട്ടോകോൾ. നിങ്ങൾ പരീക്ഷയ്ക്ക് ഡ്രോ ദി ഇന്റർഫേസിംഗ് ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചാൽ ഇത് വരച്ചു വയ്ക്കുക. സോ മൈക്രോ കൺട്രോളർ അയക്കുക, യൂസ് മാക്സ് 232 ആൻഡ് 9 പിൻ ഡി ടൈപ്പ് കണക്ടർ. 9 പിൻ ഡി ടൈപ്പ് ആ പ്രോട്ടോകോൾ സ്റ്റാൻഡേർഡാണ്. RS 232 സ്റ്റാൻഡേർഡാണ്. യു ഹാവ് ടു യൂസ് 9 പിൻ ഡി ടൈപ്പ് ഫീമെയിൽ കണക്ടർ. ഇവിടെ അത് നിങ്ങൾ അതിനെ കുറിച്ച് പറയണ്ട, ഇവിടെ ഫീമെയിൽ കണക്ടർ. കമ്പ്യൂട്ടറിലാണെങ്കിൽ എന്താ ഉള്ളത്, മെയിൽ കണക്ടറാണ് ഉള്ളത്. സ്റ്റാൻഡേർഡ് കേബിൾ അവൈലബിൾ, ഒരു സൈഡിൽ ഫീമെയിൽ ഒരു സൈഡിൽ മെയിലാണ്. അപ്പൊ രണ്ടും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഇന്റർഫേസിംഗ് ഡയഗ്രാം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പ്രോഗ്രാം എഴുതി കാണിക്കാം കേട്ടോ. അടുത്ത ഒരു ഹാഫ് ആൻ അവറിൽ ഒരു പ്രോഗ്രാം എഴുതി. അപ്പൊ നാച്ചുറലി നിങ്ങൾക്ക് ഇപ്പൊ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെങ്കിലോ, ഇപ്പൊ ഇത് വയർഡ് കണക്ഷൻ ആണ്. നിങ്ങളൊരു വയർ ഉപയോഗിച്ച് നിങ്ങളുടെ എക്യുപ്മെന്റ്, നിങ്ങളുടെ മൈക്രോ കൺട്രോളർ എക്യുപ്മെന്റ് നിങ്ങളുടെ വേറെ ഒരു മെഷീനുമായിട്ട് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ RS 232 ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് സംശയമൊന്നുമില്ലല്ലോ. നിങ്ങൾ മാക്സ് 232 ഇത് വയർഡ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ 12 മീറ്റർ വരെ വയർ വലിച്ചുകൊണ്ട് പോകാം. ഇൻഡസ്ട്രിയിലൊക്കെ മിക്കവാറും RS 232 യൂസ് കാരണം ഇത് യൂസ് ചെയ്യുന്നുണ്ട് പെഡസ്റ്റിൽ. പക്ഷേ സാധാരണ കമ്പ്യൂട്ടറിൽ അത് കാണാനില്ല. അപ്പോൾ നിങ്ങൾ വൈഫൈ ഇപ്പൊ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെങ്കിലോ, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. ബ്ലൂടൂത്തിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതൊക്കെ 5 വോൾട്ട് തന്നെ. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് ഈ ഒരു മാക്സ് വേണ്ട. അപ്പൊ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ബ്ലൂടൂത്ത് മൊഡ്യൂൾ വാങ്ങിക്കുക. ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്ന് വെച്ചാൽ HC05 എന്നൊക്കെ പറയുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂളുകൾ കിട്ടും. അതിന് 4 പിന്നുണ്ട്, 6 പിന്നുണ്ട്, ഇതിൽ 4 മാത്രമേ. ഇത് RX കൊടുക്കുക, ഇത് TX കൊടുക്കുക. നിങ്ങളുടെ മൊബൈലുമായിട്ട് വർക്ക് ചെയ്തോളൂ, സ്മാർട്ട് ഫോണുമായിട്ട് സെറ്റ് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ല വൈഫൈ ആണ് വേണ്ടെങ്കിലോ, വൈഫൈ ആണ് വേണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, നിങ്ങളൊരു വൈഫൈ മൊഡ്യൂൾ വാങ്ങിക്കുക. സെയിം തന്നെ വൈഫൈ മൊഡ്യൂൾ വാങ്ങിക്കുക, അത് ചെയ്യുക, പ്ലസ് VCCയിൽ കൊടുക്കുക, ആന്റിന ഉണ്ടാവും. നിങ്ങൾക്ക് റൂട്ടറുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കും. SMS അയക്കണമെങ്കിലോ നിങ്ങളൊരു GSM മോഡ് വാങ്ങിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഡാറ്റ എവിടെ നിന്ന് അങ്ങോട്ട് വേണമെങ്കിലും അയക്കാം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോട്ടോകോളിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് പ്രോട്ടോകോൾ ഫോർ കൺവേർഷൻ ടു എനി അതർ പ്രോട്ടോകോൾ. കമ്മ്യൂണിക്കേഷൻ ലിമിറ്റുകളൊന്നും ഇവിടെ നമുക്ക് RS 232 ഉള്ളൂ, പക്ഷേ നോ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഇതല്ല ഞാൻ ആദ്യം പറഞ്ഞ ഡയഗ്രാമാണ് ഞാനിപ്പം ഇവിടെ എടുക്കാൻ പോകുന്നത്. ഹലോ സാർ, എക്സ്ക്യൂസ് മീ സാർ. സാർ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അച്യുതൻ നെടുങ്ങാട്ട്. വായിക്കാം സാർ. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസ് റിക്വയർഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഫ്രം one microcontroller to the other microcontroller in a system. The basic hardware requirement. Okay. നല്ല ക്വസ്റ്റ്യൻ. നമുക്ക് ക്ലിയർ ആണ്. നമുക്കിപ്പോ 8051 ഞാനിപ്പോ വേറൊരു പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയാൻ പോകുന്നുണ്ട് ഇപ്പൊ തന്നെ കേട്ടോ. 8051 നിങ്ങൾക്ക് ഇപ്പൊ വേറെ അധികം ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ വേറൊരു മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോ ഒരു മെഷീൻ ഇവിടെ വരയ്ക്കുക. സെയിം മെഷീന്, സെയിം തിങ് 89C51 ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവിടെ TX കണക്ട് ചെയ്യാം,
ഇവിടെ RX-ലേക്ക് കണക്ട് ചെയ്യാം. ഇവിടെ RX ആണ്, ഇവിടെ RX ആണ്, ആയിക്കോണേ. ഇവിടെ RX ആണ്, ഇവിടെ TX. ഒന്നും വേണ്ട, ഇടയ്ക്ക് IC ഒന്നും വേണ്ട, ജസ്റ്റ് യു ക്യാൻ കണക്ട്. ഇതിന്റെ അസംഷൻ എന്താ? ഇതിന്റെ അസംഷൻ ഇസ് ദാറ്റ് യു ഹാവ് ബോത്ത് മൈക്രോ കൺട്രോളർ ഇൻ എ സിംഗിൾ ബോർഡ്. ഒരു ബോർഡിൽ തന്നെ 2 മൈക്രോ കൺട്രോളർ ഇരിക്കുന്നതാണ് നിങ്ങൾ കരുതുന്നത്. അപ്പോൾ ഇത് പറ്റും. അതല്ല, രണ്ട് മെഷീൻ ആണെങ്കിലോ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RX-232-ന്റെ 2 കണക്ഷൻ വേണം. അത് MAX-232 ഒക്കെ വെക്കണം. ബോർഡിനുള്ളിൽ 5 വോൾട്ട് ഈസ് ഓക്കെ. ഇപ്പൊ വൈഫൈ മൊഡ്യൂളൊക്കെ കമ്മിങ് ഇൻസൈഡ് ദി ബോർഡ്, അവിടെ 5 മൊഡ്യൂളൊക്കെ. വൺസ് ബോർഡ് പുറത്താണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രോട്ടോകോളിന്റെ പ്രത്യേകത കേട്ടോ, നിങ്ങൾ 2 ബോർഡാക്കി കഴിഞ്ഞാൽ നോ ചാൻസ് ഓഫ് കണക്ടിങ് RX ആൻഡ് TX. അതൊക്കെ നിയമങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് നാച്ചുറലി MAX-232. ഇപ്പൊ ഒരു ബോർഡിന്റെ ഉള്ളിൽ 2 പ്രോസസർ വെക്കുകയാണെങ്കിൽ യു ക്യാൻ സെ. വേറെ പ്രോട്ടോകോൾസ് ഉണ്ട് പുതിയത്. ഇപ്പൊ ഇതൊന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നത് I2C എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ട്, ഇന്റർ IC കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ SPI എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ട്. ഇത്തരം പ്രോട്ടോകോളുകളാണ് ഉള്ളിൽ, ഇപ്പൊ 2 പ്രോസസർ ഉള്ളിലുണ്ടെങ്കിൽ അത്തരം കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത്തരം പ്രോട്ടോകോളുകൾ. അത് അൺഫോർച്ചുനേറ്റ്ലി ഇതിലില്ല. ഇതിലൊരു പ്രോട്ടോകോൾ ഇപ്പൊ ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി തോന്നുന്നു. ഓക്കെ, സോ ഉള്ളിലുള്ള മെഷീൻ ആണെങ്കിൽ യു ക്യാൻ സ്ട്രൈറ്റ് അവേ കണക്ട്. Only concept is that you have to connect RX to TX of the next microcontroller and similarly TX to RX of the other microcontroller. അങ്ങനെ ക്രോസ് ഔട്ട് കണക്ട് ചെയ്യണം. ബട്ട് if you have 2 different machines, you have to use MAX-232 connectors and all. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തെന്ന് തോന്നുന്നു ഇല്ലേ? പ്രൊസീഡ് ചെയ്യാമോ? ഹലോ, പ്രൊസീഡ് ചെയ്യാമോ? ഹലോ സാർ, എനി മോർ ക്വസ്റ്റ്യൻ? ഇല്ല സാർ, ഇപ്പോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. ഈ സമയം ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. സാറിന് ലെക്ചർ കണ്ടിന്യൂ ചെയ്യാം. ഞാനിപ്പോ നിങ്ങളടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ ഒരു ഡേറ്റ അയക്കാം. അപ്പോൾ ഞാനൊരു ലാമ്പ് കത്തിക്കാൻ പോവാം. അതാണ്. അത് മൊബൈലാകാം കേട്ടോ. ഇപ്പൊ എനിക്ക് മൊബൈലൊന്നും ഇപ്പൊ ഒരു ഓൺലൈനിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഞാൻ വൈഫൈ ഒന്നും ബ്ലൂടൂത്ത് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓൾ സെയിം. ഞാനിപ്പോ ഒരു വയർ വെച്ചിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിപ്പം കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ഒരു റിലേ വെച്ചിട്ടുണ്ട് ലൈറ്റ് കത്തിക്കാൻ. അത് ഞാൻ P2.6 കണക്ട് ചെയ്യാണ്. ഒരു 10K ഇട്ടിട്ട് ഒരു റിലേ വെച്ചിട്ടുണ്ട്. അത് ഞാൻ +12 വോൾട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ റിലേ എനിക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാനിവിടെ ഒരു ബസറും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബസറാകുമ്പോൾ നിങ്ങൾക്ക് BPM നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു ബസറും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ P2.7 കണക്ട് ചെയ്യുന്നത്, ഒരു 10K ഇട്ടിട്ട്. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വാല്യൂ അയക്കുമ്പോൾ ബസർ ഓൺ ആവും, വാല്യൂ അയക്കുമ്പോൾ ബസർ ഓഫ് ആവും. സൗണ്ട് നിങ്ങൾക്ക് അപ്പൊ കേൾക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നാച്ചുറലി ഒരു ചോദ്യം ഞാൻ പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ എഴുതി കാണിക്കാൻ പോവാണ്. സമയമില്ലാത്ത കാരണം പെട്ടെന്ന് ചെയ്യാൻ പോവാണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഞാൻ ഈ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം, എങ്ങനെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എഴുതും, 2 കമ്പ്യൂട്ടറിൽ എഴുതിയ പ്രോഗ്രാം എങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് കടത്തും ആണ് ക്വസ്റ്റ്യൻ അല്ലേ? അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയൊരു ചോദ്യം തന്നെ. നമ്മൾ ഒരിക്കലും ആൻസർ ചെയ്യാത്തൊരു ചോദ്യമാണ്. ഈ മൈക്രോ കൺട്രോളർ പുറത്ത് കമ്പ്യൂട്ടറിൽ എഴുതിയ പ്രോഗ്രാം എങ്ങനെ ഈ മൈക്രോ കൺട്രോളറിലേക്ക് കടത്തും? ഇതിന് നമുക്ക് പ്രോഗ്രാമേഴ്സ് ഉണ്ട്. 8051 89C51 ഈ പ്രൊവിഷൻ ഒന്നുമില്ല. 89C51 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ പ്രോഗ്രാമറിൽ വെച്ചിട്ട് കോഡ് അതിനകത്തേക്ക് ബേൺ ചെയ്ത് ആ ചിപ്പ് ഊരിയിട്ട് ബോഡി കൊണ്ട് ഇടണം. അങ്ങനെയൊന്നും ഒരു പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ, അങ്ങനെയൊന്നും ഒരിക്കലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ആണ് ഞാനിവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ S51 എന്ന് പറയുന്ന ചിപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. S51 എന്ന് പറയുന്ന ചിപ്പിൽ SPI എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഈ ചിപ്പ് ഇത്തിരി എക്സ്പെൻസീവാണ്. നിങ്ങൾ 89S51 കടയിൽ പോലും വാങ്ങിക്കുക, എല്ലാം സെയിം തന്നെ. ഒരു 200 രൂപയോളം വില വരും. കാരണം ICSP എന്നാണ് പറയുന്നത് ഈ ഫീച്ചറിന്റെ പേര്. ICSP, ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ്. ഇത് സർക്യൂട്ടിൽ വെച്ചോണ്ട് തന്നെ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യാം. അതാ പ്രത്യേകത, പുറത്തെടുക്കണ്ട. അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ദർ ആർ വെരി അഡ്വാൻസ്ഡ് മൈക്രോ പ്രോഗ്രാമേഴ്സ് ആണ്, എമുലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനായിട്ട് കോഡ് ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ നെറ്റിൽ പോയി നോക്കാൻ പറയാനുള്ള സമയമില്ല. ഞാനിപ്പോൾ വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്രോഗ്രാമറിനെ കുറിച്ചാണ് പറയാ. അത് USB ASP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമർ ഉണ്ട്. USB ASP. അപ്പൊ ആ പ്രോഗ്രാമറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, USB ASP. ഓക്കെ, USB ASP എന്ന് പറയുന്ന പ്രോഗ്രാം, ഇത് ശരിക്കും AVR മൈക്രോ കൺട്രോളറിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമറാണ്. പക്ഷെ അതിന് 8051 കോമ്പാറ്റബിൾ ആക്കാനുള്ള അതിന്റെ ഫേംവെയർ കിട്ടും. ഇത് നിങ്ങൾക്ക് USB വഴി നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് 4 പിന്നുകളുണ്ട്. ഒന്ന് മിസോ എന്ന് പറയുന്ന പിന്നുണ്ട്. അത് ഈ പ്രോട്ടോകോളിന്റെ പ്രത്യേകത. മോസി, SCK ആൻഡ് റീസെറ്റ്. ഈ പിന്നുകളിലേക്ക് നമ്മൾ ഒരു വയർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എഴുതുന്ന പ്രോഗ്രാം ചില പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിനുള്ളിലേക്ക് ബാൻ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന 809S51 ആണ്. ഞാനപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഇതിന് എന്ത് കോസ്റ്റ് വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കടയിൽ പോയി USB SP ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമർ ആകട്ടെ, നിങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കിയെടുക്കാം. കടയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. നിങ്ങൾ സ്വന്തം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 200 രൂപയുടെ ചിലവേ ഉള്ളൂ. അപ്പോൾ 809S51 വാങ്ങിച്ച് ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഹാർഡ്വെയർ ഉണ്ടാക്കി USB വഴി കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. വേറെ എക്യുപ്മെന്റിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാനിപ്പോൾ ജസ്റ്റ് ഐ വിൽ ഷോ യു ഈ പ്രോഗ്രാമർ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം എന്നെ കാണാൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, ഇതൊരു USB SP പ്രോഗ്രാമറാണ്. ഒരു സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു USB കേബിൾ ഇട്ടിട്ടുണ്ട്. ഈ കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് റിബൺ കേബിളാണ്. അപ്പൊ ഞാൻ സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ പിന്നുകൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ബോർഡ് ഇതാ. ഈ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അതിലേക്ക് കണക്ട് ചെയ്ത് പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉരിഞ്ഞെടുക്കാം. അതാണ് ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നെറ്റിൽ ഓണുണ്ട്. സർക്യൂട്ടൊക്കെ നെറ്റിൽ കിടപ്പുണ്ട്. ഒരു ഫേംവെയർ ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്താണ്, വരച്ചെടുത്താൽ കടയിൽ പോയി വാങ്ങിക്കാം. ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് 200 രൂപ ചിലവ് വരുമ്പോൾ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ ചിലവ് വരും. ഓക്കെ, ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ പോളിടെക്നിക്കിൽ ഉണ്ടാക്കുന്ന ഒരു ട്രെയിനർ കിറ്റാണ്. ഇതിൽ എല്ലാം ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ ആ പ്രോഗ്രാമറൊക്കെ ഇതിനകത്ത് തന്നെ ബിൽറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 9 പിൻ D ടൈപ്പ് കണക്ടർ ഉണ്ട്, കണ്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെ പ്രോഗ്രാമർ ഉണ്ട്. ഇതിനകത്ത് പ്രോസറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഒരു ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ നാച്ചുറലി ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ സീരിയൽ പോർട്ട് ഇല്ല. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതേപോലുള്ള USB to സീരിയൽ കൺവേർട്ടർ വാങ്ങാം. അത് ഞാൻ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആയതാണ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റി, എനിക്ക് USB ഇല്ല പ്രോസറിൽ, പക്ഷെ ഞാൻ അതിനെ ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ ഇനിയിപ്പോൾ പ്രോഗ്രാമിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് ഷോ യു ദി പവർ പോയിന്റിൽ ഞാൻ ഐ വിൽ ഷോ യു ദി സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ വരച്ച സർക്യൂട്ട്. കാണാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, മൈക്രോ കൺട്രോളർ ഉണ്ട്, മാക്സ് 232 ഉണ്ട്, 9 പിൻ USB കണക്ടർ ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇതാണ്. ഒരു റിലേ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ PC യിലേക്ക് കണക്ട് ചെയ്ത് ഞാനത് പ്രോഗ്രാം ചെയ്യാൻ പോകും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതാണ് ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. അപ്പോൾ ഞാൻ നേരത്തെ വരച്ചത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ മൊഡ്യൂൾ യൂസ് ചെയ്യാം. ഇത് വൈഫൈ മൊഡ്യൂളാണ്. വൈഫൈ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ചിപ്പ് യൂസ് ചെയ്യാം. അങ്ങനെ പല ചിപ്പുകളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആവശ്യമുണ്ട് നിങ്ങളുടെ പ്രോജക്റ്റിന് ഇതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. എന്താ ചുമ്മാ ഇതൊന്നും തിയറി പഠിക്കേണ്ട സാധനം അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് വൈഫൈ മൊഡ്യൂളിന് എന്ത് വിലയുണ്ടെന്ന് വെച്ചാൽ 200 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഒരു 200 രൂപ വിലയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചാൽ മൊബൈലുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചില ആപ്പുകളൊക്കെ എൻ്റെ ഡൗൺലോഡ് ചെയ്യാം, ഹൈപ്പർ ടെർമിനൽ എന്നൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഞാനിപ്പോൾ പ്രോഗ്രാമിലേക്ക് വരാൻ പോവാം. അപ്പോൾ ഞാനിത് ബേൺ ചെയ്ത് കാണിക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്? കോഡ് എഴുതാൻ പോകും കേട്ടോ. അതിനകത്ത് കുറച്ച് കോഡിങ്ങും കൂടെ പറയാതൊന്നും ഇത് തീരത്തില്ല. അതാണ് ഞാൻ ഇത്തിരി സമയം എടുക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ ഇത് ഒരു കീൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഈ കീൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രീ അല്ല കേട്ടോ. ഇത് പക്ഷേ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഇതിന്റെ ഒരു ഫ്രീ വെയർ ഡൗൺലോഡ് ചെയ്യാം. ഈ ഫ്രീ വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 കിലോബൈറ്റ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. സാധാരണ ചെറിയ പ്രോജക്റ്റുകൾക്കൊക്കെ അതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ പോകുന്ന പ്രോജക്റ്റ് ഞാൻ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകും. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഫീൽഡിൽ പോവാണ്. ഞാൻ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും. നിങ്ങൾ ലാബ് ചെയ്യുന്ന കാരണം ഞാൻ ന്യൂ പ്രോജക്റ്റ് എടുക്കുകയാണ്. ഞാൻ ചില സ്റ്റാൻഡേർഡുകൾ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു ഫോൾഡർ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫോൾഡർ. ഓക്കെ, ന്യൂ ഫോൾഡർ. അപ്പൊ ഞാനിപ്പോൾ മൈ പ്രോഗ്രാം MYP എന്ന് ഞാൻ എഴുതും. ഓക്കെ, MYP മൈ പ്രോഗ്രാം നടത്താം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു യുസാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഇവിടെ എഴുതാം. യുസാർട്ട്. ഓക്കെ, ഇങ്ങനെ വന്നു പ്രോജക്റ്റ് ഓപ്പൺ ആയി. ഇപ്പൊ ചോദിക്കുകയാണ് അറ്റ്മേഗ 89S ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് സീരിയൽ പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി അതിലല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ S52 ആണ് എൻ്റെ ചിപ്പ്. C അല്ല, സോറി, S52 ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ടപ്പ് കോഡ് ലോഡ് ചെയ്യണമെന്ന് ചോദിച്ചു, നോ കൊടുത്തു. ഓക്കെ, ഞാനൊരു ഒരു ഒരു പുതിയ ടെക്സ്റ്റ് എഡിറ്റർ ഇവിടെ തുടർന്നു. പിന്നെ സേവ് ചെയ്യാണ്. ഞാൻ അസംബ്ലിയിൽ ആ കോഡ് ഇതിൽ കോഡ് എഴുതാനാണ് എളുപ്പം കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിലബസിൽ C കവർ ചെയ്യുന്ന കാരണം വേറെ വഴിയില്ല. ഞാൻ അസംബ്ലിയിൽ തന്നെ കോഡ് എഴുതാം. അസംബ്ലിയിൽ സീരിയൽ കൂടെ വളരെ കുറച്ച് ഇതുകൊണ്ട് ഞാൻ ASM ആണ് കേട്ടോ. അസംബ്ലി ASM എന്ന് പറയുന്ന ഫയലായിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്രൊസീജിയറുകളുണ്ട്. ഇതിനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം. ആഡ് ഫയൽ ടു സോഴ്സ് ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ASM ഫയൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ASM. ഓക്കെ, ഞാൻ ക്ലോസ്. ടൈപ്പ് ചെയ്യാൻ സമയമില്ലാത്തത് കാരണം ഞാൻ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി പ്രോഗ്രാമിന്റെ വൃത്തിയാണ് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ എൻ്റർ ചെയ്തിരിക്കണം.
നിങ്ങൾക്കറിയാം ഈ സെമിക്കോൺ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സെമിക്കോൺ ഇട്ടിട്ട് ഈ അസംബ്ലിയിൽ എന്ത് എഴുതി കഴിഞ്ഞാലും അത് പച്ച കളറിൽ വരും, കമന്റ്. അപ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വേറൊരാൾക്ക് മനസ്സിലായി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആകട്ടെ, ഇതിനകത്തൊന്നും ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഇതിങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട് പ്രോഗ്രാം ടു ടെസ്റ്റ് യുആർടി ബൈ ഡിഫോൾട്ട് എന്ന് പറയുന്ന വാല്യൂ കംപ്ലീറ്റ് അയക്കും എന്നുള്ളത്. ബോർഡ് റേറ്റ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ട് 11.0592 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ബോർഡ് റേറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റലിൽ നിന്നാണ്. അപ്പൊ ക്രിസ്റ്റലിൽ നിന്നുള്ള ക്ലോക്ക് ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾ, അല്ലെങ്കിൽ മെഷീൻ സൈക്കിളിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ബോർഡ് റേറ്റ്. അപ്പൊ എറർ ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ക്രിസ്റ്റല് നിങ്ങളുടെ ബോർഡ് റേറ്റുമായിട്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം വരാൻ പാടില്ല. സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എററാ. അപ്പോൾ 11.0592 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. 0.592 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിവിസിബിൾ ആകുമോ? 11.0592 എന്ന് പറഞ്ഞാൽ എന്താ? 11.059200 അത്രയാണ്. 6 കൂടെ ചേർക്കണം, നല്ല ശരിയാവുള്ളൂ. അത് എല്ലാ ബോർഡ് റേറ്റുമായിട്ടും ഡിവിസിബിളാ. അപ്പൊ ഈ ഒരു ക്രിസ്റ്റൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനപ്പോ ആദ്യം ഇത് എഴുതി കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ ഫസ്റ്റ് പ്രോഗ്രാം ഇവിടെ ഇതാണ് ജനറൽ കോൺസെപ്റ്റ് കേട്ടോ. കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട് പ്രോഗ്രാം എഴുതാനായിട്ട്. അങ്ങനെ തന്നെ എഴുതാൻ കേട്ടോ. ഇത് നിങ്ങൾ ചുമ്മാ ലാബിൽ എഴുതുമ്പോൾ ചുമ്മാ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് കാര്യം ശരിയാവില്ല. ഈ ബോർഡ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞാനിപ്പോ പറഞ്ഞ ഇവിടെ എന്റെ റിലേ ഉണ്ട്, ബസർ ഉണ്ട്. ഈ റിലേയും ബസറും ഒന്ന് ഓഫ് ചെയ്തില്ലെങ്കിൽ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ എല്ലാം ഹൈ ആയിരിക്കും. അപ്പൊ ഞാൻ എന്റെ സിസ്റ്റം മെഷീൻ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കരയാൻ തുടങ്ങും. ഞാൻ ഓഫ് ചെയ്യണം. അപ്പൊ ഞാൻ ഇപ്പോഴേക്ക് ഏതിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് എപ്പോഴും അറിയാൻ പറ്റില്ല. അതാണ് ഞാനൊരു പേരിടുക, ബസർ റിലേ. ഇതൊക്കെ വീഡിയോ നെറ്റിലുണ്ടാവും. അപ്പൊ അത് കാരണം ഇതെടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അടുത്ത ഞാൻ എഴുതാൻ പോകുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഞാൻ എന്റെ പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഇത് ബേസിക്കലി അതിന് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ദാറ്റ് ഐ വിൽ കം ടു ഇറ്റ് ലേറ്റർ. ഓക്കെ, ഞാനിപ്പോ നേരെ അതിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഇന്ററപ്റ്റ് വെക്ടർ ആണ് എഴുതേണ്ടത് കേട്ടോ. അതാണ് എല്ലാത്തിനും ചെയ്യേണ്ടത് കേട്ടെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോവാ, ഇവിടെ എഴുതുക. നോക്കിയേ, ORG0. അവിടെ മൈക്രോ കൺട്രോളർ എപ്പോഴും ഓൺ ചെയ്യുമ്പോൾ തുടങ്ങുന്നത് 00 ഇല്ല. അവിടെ എൽ ജമ്പ് മെയിൻ അല്ലെ ഷോർട്ട് ജമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്കാം കേട്ടോ. അതിപ്പോൾ പ്രോഗ്രാമിന്റെ വലിപ്പം അനുസരിച്ച്. കാരണം വെക്ടർ അഡ്രസ് വളരെ കുറവ്. സീരിയൽ ഞാൻ ഇവിടെ ഇന്ററപ്റ്റ് യൂസ് ചെയ്താൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ORG023H, കാരണം 23H ആണ് അതിന്റെ വെക്ടർ. അത് നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അതിൽ നെറ്റിൽ നോക്കി ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഓരോ ഇന്ററപ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് ആ സമയം ആകുമ്പോഴത്തേക്ക് പറയാം. അപ്പൊ ഞാൻ ആദ്യം വെക്ടർ എഴുതി. ഓക്കെ, അപ്പൊ മൈക്രോ കൺട്രോൾ ഓൺ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കം ടു 00 എഴുതിയിരിക്കുന്ന എൽ ജമ്പ് മെയിൻ, യു ഗോ ടു മെയിൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്, മെയിൻ പ്രോഗ്രാം എഴുതണം അല്ലേ. മെയിൻ പ്രോഗ്രാം എഴുതാൻ പോവാം. ഓക്കെ, മെയിൻ പ്രോഗ്രാമിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ മെയിൻ എഴുതാം. ഓക്കെ, ഇതൊരു ടാബൊക്കെ സ്പേസ് വിട്ടിട്ട് എഴുതണം കേട്ടോ. ഇത് സ്മോളിലൊക്കെ എഴുതും, സ്മോളിലായിട്ട് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. മെയിൻ അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേബലൊക്കെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ റീഡബിലിറ്റി കേട്ടോ. മെയിൻ പ്രോഗ്രാം ബിഗിൻ ഹിയർ. അപ്പോൾ പെട്ടെന്ന് വായിക്കുന്ന ആൾക്കൊരു മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പം. ഓക്കെ, മെയിൻ പ്രോഗ്രാം. ഓക്കെ, ഞാൻ മെയിൻ പ്രോഗ്രാമിൽ ഞാൻ ഒരു 2 ലൈൻ ആദ്യം എഴുതാം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ മറ്റൊന്ന് കോപ്പി ചെയ്യാം. ക്ലിയർ ബസർ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ബസറിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, P2.7. അപ്പൊ ക്ലിയർ ബസർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അസംബ്ലർ അവിടെ നിന്ന് എടുത്തോളും. എനിക്ക് പക്ഷേ പിന്നെ ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അത് കാരണമാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ ബസർ എന്ത് ചെയ്യും, ഈ ബസർ അങ്ങ് നിൽക്കും അല്ലേ. ബസർ കരയില്ല. അത് ടാബ് അടിച്ചിട്ട് ഇതിന്റെ കമന്റ് എല്ലാ ലൈനിലും എഴുതണം കേട്ടോ. ക്ലിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ. റിലേ ഒന്ന് ഓഫ് ചെയ്യാനായിട്ട് റിലേ ഓഫ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ ഞാൻ കോപ്പി ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ കോഡ് എഴുതുന്നത്. പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ബസർ കരയാൻ തുടങ്ങി. ബോർഡ് ഓൺ ചെയ്യാൻ തന്നെ ബസർ കരയാൻ തുടങ്ങി. അപ്പൊ ഞാനത് ഓഫ് ചെയ്തു, റിലേ ഓഫ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ കോഡ് എടുക്കുക. ആദ്യം ചെയ്യാൻ പോകുന്നത് മെയിൻ പ്രോഗ്രാമിൽ കുറച്ച് സീരിയൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അത് സെറ്റ് ചെയ്യണം. ഒന്നാമത്തെ സെറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബേസിക്കലി കുറച്ച് രജിസ്റ്റേഴ്സ് ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് PCON, കീമോഡ്, TH1, SCON, I. ആദ്യം PCON രജിസ്റ്റർ ആണ് ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. PCON എന്താ നോക്കിയേ, എസ് മോഡ് എന്ന് പറയുന്ന 7ാമത്തെ ബിറ്റ്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് റേറ്റ് ഡബിൾ ആകും. ഇപ്പൊ 9600 ആണ് നിങ്ങൾ സെറ്റ് ചെയ്യുമെങ്കിൽ അത് ഒന്നാക്കി കഴിഞ്ഞാൽ അത് ഇരട്ടിയായി പോകും. അപ്പൊ എത്രയായി, 19,200 ആകും. അപ്പൊ എനിക്കത് വേണ്ട. അപ്പൊ ഞാൻ ബോർഡ് റേറ്റ് ഒന്നും ഡബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ ആ കോഡ് എഴുതാൻ പോകുന്നത് നോക്കിക്കോണേ. ഈ ഒരു കാര്യം ഞാൻ സ്വന്തമായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇപ്പൊ സമയം ഷോർട്ടേജ് ആണെങ്കിൽ പോലും. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ്, നോക്കിക്കോണേ. ഇവിടെ എഴുതുക, മറ്റേ നിങ്ങൾ നോക്കണ്ട. ANL PCON ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. #7F. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പക്ഷേ പ്രോഗ്രാമിൽ ഒരിക്കലും മൂവ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മൂവ് ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾ ഉദ്ദേശിക്കാത്ത ബിറ്റൊക്കെ ക്ലിയർ ആയി പോകും. അപ്പൊ ഒരു ബിറ്റിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആൻഡ് ചെയ്യാം.
അപ്പൊ 07F കൊണ്ട് ആൻഡ് ചെയ്ത് എന്ത് സംഭവിക്കും? 1 കൊണ്ട് ഒരു സാധനത്തിന് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. 0 കൊണ്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി പോകും. അപ്പൊ നാച്ചുറലി എന്ത് പറ്റും? അവസാനത്തെ, അതായത് ഞാൻ എസ് മോഡിന്റെ ഈ ബിറ്റ് 0 ആവും, ബാക്കിയല്ല അതുപോലെ നിൽക്കും. അപ്പൊ എപ്പോഴും ആൻഡ് ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അത് ശ്രദ്ധിക്കണം. അല്ല, മൂവ് ഒന്നും നമുക്ക് ലാബിലൊക്കെ യൂസ് ചെയ്യാം. ഈ ലാബും നമ്മളുടെ പ്രാക്ടിക്കലും നമ്മൾക്ക് വ്യത്യാസം ഇതാ. ലാബിൽ നിങ്ങൾ ആൻഡൊക്കെ മൂവ് ഒക്കെ യൂസ് ചെയ്യണം, നത്തിങ് ലാപ്പൻ. ബട്ട് നിങ്ങൾ പ്രോജക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പഴയ വേറെ സ്ഥലത്ത് തെറ്റിപ്പോകും. അതേപോലെ ടി മോഡ് എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. അപ്പൊ അത് പറയുന്ന രജിസ്റ്റർ ആണ് ടൈമർ മോഡ് സെറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അറിയാം, സീരിയൽ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്ത് ടൈമർ ബേസ് ചെയ്താൽ ടൈമർ 1 ഓട്ടോ റീലോഡ് മോഡിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അതിനുള്ള ബിറ്റാ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ M1 M0 ഇതിനെ നമ്മൾ 010 ആക്കണം. അത് ഓട്ടോ റീലോഡ് അതാക്കണം. ഇതൊന്നും നിങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇതൊക്കെ നെറ്റ് കിടപ്പുണ്ട്. ഈ കോഡൊന്നും നിങ്ങൾ സ്വന്തം എഴുതാനൊന്നും ശ്രമിക്കേണ്ട, നെറ്റിൽ നിന്ന് ഈ കോഡുകൾ എടുത്ത് ചെയ്താൽ മതി. അപ്പൊ ഞാൻ എന്താ ചെയ്ത് നോക്കിയാൽ, അപ്പൊ ടി മോഡിനെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനെ 0 ആക്കണം. 0 ആക്കണമെങ്കിൽ ഓർ ചെയ്യണം. അല്ല, നിങ്ങൾ മൂവ് ചെയ്താൽ എന്ത് പറ്റും? വേറൊരു ടൈമർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാഞ്ഞു തെറ്റിപ്പോകും. അപ്പൊ ഒരിക്കലും നമുക്ക് മൂവ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ആൻഡ് ചെയ്തു, ഓർ ചെയ്തു. നിങ്ങൾ കുറച്ച് സമയത്ത് എടുത്ത് വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാം. എന്നിട്ട് ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ടൈമർ, ഈ സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ ടൈം കിട്ടുന്നതെല്ലാം ടൈമറിൽ നിന്നാണ്. അപ്പോൾ TH1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഞാൻ മൂവ് ചെയ്യാണ് ബോർഡർ റേറ്റ്. എൻ്റെ ഫോർമുല ഉണ്ട്. എങ്ങനെ ഫോർമുല നിങ്ങൾ കണ്ട? ഇതുവരെ ഈ ഫോർമുല വെച്ചാൽ TH1 വാല്യൂ എന്ന് പറഞ്ഞാൽ 256 - 2^0/328. ഇത് ഈ ഫോർമുലയിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര ബോർഡർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടണം താഴെ. അപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും അതിന് ഹെക്സിൽ. അപ്പൊ 0FDH. ഇവിടെ ഞാൻ നേരത്തെ മറ്റേ എസ് മോഡ് 1 ആക്കിയിരുന്നെങ്കിൽ ഇവിടെ 2^1 ആയേനെ കേട്ടോ. അതാണ് മൾട്ടിപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ T-കോണിന്റെ സെറ്റ് ചെയ്യേണ്ട വാല്യൂ 0FDH ആണ്. ഓക്കെ, അപ്പൊ ഞാനത് മൂവ് ചെയ്യാണ്. അതിനാണ് ഞാൻ ഇവിടെ കണ്ടില്ലേ, ബോർഡ് ഈസ് ഈക്വൽ ടു 0FDH. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, മൂവ് TH കോൺ ബോർഡ് എന്ന് കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് പെട്ടെന്ന് ബോർഡ് റേറ്റ് മാറ്റണമെങ്കിൽ ഇവിടെ വന്നെങ്കിൽ വാല്യൂ മാറ്റിയാൽ മതി. ഇപ്പൊ 9600 അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ തപ്പി നടക്കണം, എവിടെ ബോർഡ് കിടക്കുന്നത്. ഇവിടെ മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോ ഞാൻ അത് ചെയ്തു. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ കേട്ടോ. ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഞാൻ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാൻ TR1 എന്ന് പറയുന്ന ഒരു ബിറ്റ് ഉണ്ട്. അത് ഒരു രജിസ്റ്ററിൽ കിടപ്പുണ്ട്. അതിന് ടൈമറിന്റെ രജിസ്റ്ററിൽ കിടപ്പുണ്ട്. സെറ്റ് ബി TR1 എന്ന് പറഞ്ഞാൽ ടൈമർ ഓടാൻ തുടങ്ങും. പിന്നെ SCON എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് ടെക്സ്റ്റ് നോക്കിയാൽ മതി, കൂടുതൽ പറയാൻ സമയമില്ലാത്ത കാരണമാണ്. SCONൽ നമുക്ക് 8 ബിറ്റ് വിത്ത് ടൈമർ ഇതെല്ലാം സെറ്റ് ചെയ്യണം. ഓക്കെ, റിസീവ് എനേബിൾ ചെയ്യണം. റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളത് അറിയണം. അപ്പൊ ഞാൻ ആ വാല്യൂ എല്ലാം ഇതിനകത്തേക്ക് മൂവ് ചെയ്യാണ് ടൈമറിലേക്ക്. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്തു. മൂവ് SCON, ഇതൊന്നും നിങ്ങൾ സ്വന്തം എഴുതണ്ട കേട്ടോ. ഇതിപ്പോ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ കോഡുകളെല്ലാം ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്, ഫ്രീ റിസോഴ്സസ് ആയിട്ട് യു ക്യാൻ ടേക്ക് ഇറ്റ്. അപ്പോൾ ഈ ഇന്ററപ്റ്റ് എനേബിൾ ചെയ്യണം. ഇന്ററപ്റ്റ് എനേബിൾ ചെയ്യാൻ എന്താ, 2 ഇന്ററപ്റ്റ് ആണ് ഇതിനകത്ത് എനേബിൾ ചെയ്യേണ്ടത്. I എന്ന് പറയുന്ന രജിസ്റ്ററിൽ യു ഹാവ് ടു സെറ്റ് ഗ്ലോബൽ ഇന്ററപ്റ്റ് EA സെറ്റ് ചെയ്യണം. അതേപോലെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഈ 2 ബിറ്റ് ഹൈ ആക്കണം. ഈ 2 ബിറ്റ് ഹൈ ആക്കാൻ എന്ത് ചെയ്യാം, 1001 ഞാൻ തൽക്കാലം ഇവിടെ മൂവ് ചെയ്യാം കേട്ടോ. 90 ഒന്ന് മൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മൂവ് ചെയ്യാൻ പാടില്ലേ. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയേ, മൂവ് SCON, എന്നിട്ട് ഇന്ററപ്റ്റ് സെറ്റ് ചെയ്തു. എന്നിട്ട് എന്നിട്ട് ഞാൻ ഇനിയിപ്പോ ഡാറ്റ അയക്കാൻ പോവാം കേട്ടോ. ഡാറ്റ അയക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഞാനിപ്പം ഇനി പ്രോഗ്രാം എല്ലാം ലൂപ്പിൽ ചെയ്യണം. ഓക്കെ, ലൂപ്പിൽ ഞാൻ ചെയ്യാൻ പോണേ. അപ്പം ഡാറ്റ അയക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ, വേറെ ഒന്നും ചെയ്യണ്ട, മൂവ് SBUF എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഡാറ്റ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സാധനം അങ്ങ് പോകും. SBUF, ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അക്യുമുലേറ്ററിലേക്ക് ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഡിലേ വിളിക്കണം കേട്ടോ. ഒരു പ്രോഗ്രാം ചെറിയ ഡിലേ വേണം, അല്ലെങ്കിൽ ഈ സാധനം എത്തത്തില്ല. ഒരു ചെറിയൊരു ഡിലേ റൂട്ടീനും കൂടെ ഞാൻ ഇവിടെ എഴുതാം, ഡിലേ. എന്നിട്ട് ഞാൻ എഴുതാണ് ജമ്പ് ലൂപ്പ്. ഓക്കെ, ഇത് തീർന്നു. കാരണം എൻ്റെ എന്ന് പറയുന്ന ഒരു ഡയറക്റ്റീവ് ഞാൻ കൊടുത്തു. പക്ഷെ ഡിലേ പ്രോഗ്രാം എഴുതണം. ഡിലേ നമ്മൾ നെറ്റിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. സോഫ്റ്റ്വെയർ ഡിലേകളുണ്ട്. ഞാൻ ചെറിയ ഡിലേ പ്രോഗ്രാം ഓൾറെഡി ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈപ്പ് ചെയ്യാൻ സമയമില്ലാത്ത കാരണമാണ് ഞാൻ കോപ്പി ചെയ്തു. അതുകൊണ്ട് സബ് റൂട്ടീൻസ് ഒക്കെ അതിന് മുകളിൽ എഴുതാം കേട്ടോ. മെയിൻ പ്രോഗ്രാം മുകളിലാണ് എഴുതേണ്ടത്, എന്നാലും നമുക്കൊരു റീഡബിലിറ്റി കാണുള്ളൂ. ഓക്കെ, നമ്മൾ ഡിലേ വെച്ചു. ഓക്കെ, ഇപ്പം കണ്ട റിട്ടേൺ വന്നു. വേണമെങ്കിൽ എനിക്ക് ഇതിനെ സബ് റൂട്ടീൻ ആക്കാം. ഞാൻ ഇതിനെ സബ് റൂട്ടീൻ ആക്കാൻ പോകാം. നോക്കിയോ, ഞാനിത് ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ പറയാണ് എന്താണ്, ഞാൻ എഴുതുവാണ് സീരിയൽ ഇനിഷ്യലൈസേഷൻ കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ലേബൽ കൊടുക്കുകയാണ്, സീരിയൽ ഇനിറ്റ്. എന്നിട്ടൊരു ലേബൽ കൊടുത്തിട്ട് ഞാൻ നേരത്തെ വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചിരുന്ന പ്രോഗ്രാം ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവസാനം റിട്ടേൺ കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യണ്ട,
കോൾ വിളിച്ചാൽ മതി, കോൾ സീരിയൽ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ പ്രോഗ്രാം കുറച്ചും കൂടെ സിമ്പിളായി അല്ലേ? നോക്കുമ്പോൾ മെയിൻ പ്രോഗ്രാമല്ലേ എല്ലാവരും നോക്കുക, അപ്പോൾ കുറച്ച് എളുപ്പമായി. ഇപ്പം എന്താ കണ്ടിന്യൂസ് ആയിട്ട് അയക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ സേവ് ചെയ്തു, ബിൽഡ് ചെയ്യണേ. ബിൽഡ് ചെയ്യുമ്പോൾ എന്തോ ഒരു എറർ വന്നു അല്ലേ? അൺഡിഫൈൻഡ് സിമ്പിൾ എന്താ? ഇവിടെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ പിന്നെ ചെയ്യാം. ഞാൻ കമന്റ് ചെയ്യും. ഓക്കെ, ഇത് ബിൽഡ് ചെയ്യാൻ പ്രോജക്റ്റ് ഇപ്പം ഇതിന് ഹെക്സ് ഫയൽ ആക്കണം. നമ്മൾ മെഷീനിലേക്ക് ലോഡ് ചെയ്യാൻ പോകുന്ന ഹെക്സ് ഫയലാ. ഇവിടെയാണ് ഞാനൊരു മിസ്റ്ററി സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഹെക്സ് ഫയൽ ആക്കാൻ ഒരു ഓപ്ഷൻ ഇതിനകത്ത് സെലക്ട് ചെയ്യണം. ഓപ്ഷൻ ഫോർ ടാർഗറ്റ് എടുക്കുക, ഔട്ട്പുട്ടിൽ ക്രിയേറ്റ് ഹെക്സ് ഫയൽ എന്ന് പറയുന്ന ഇത് എനേബിൾ ചെയ്യുക, ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഫോൾഡർ എടുത്താൽ, ഇപ്പം ഇതാണല്ലോ എൻ്റെ ഫോൾഡർ. ഞാൻ മൈ പ്രോഗ്രാമാ, ഇവിടെ ഒരു ഹെക്സ് ഫയൽ കിടപ്പുണ്ടാവും, കണ്ടില്ലേ? പ്രോഗ്രാം അവസാനം ഇത്രയായി, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ബേൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മൈക്രോ കൺട്രോളർ ഞാനിപ്പോൾ ബോർഡ് കണക്ട് ചെയ്യാൻ പോകും. നോക്കിക്കോ, ഇത് നമ്മൾ കോളേജിൽ ഉണ്ടാക്കുന്ന മെഷീനാണ് കേട്ടോ. ഇത് നിങ്ങൾ ഗവൺമെന്റ് കോളേജൊക്കെ ആണെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സൗജന്യമായിട്ട് തന്നെ തരും. നിങ്ങളുടെ സാർമാരടുത്ത് പറഞ്ഞാൽ മതി. ഇതൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്, നമ്മുടെ കുട്ടികൾ തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് പവർ ഒന്നും വേണ്ട, ഇത് USB തന്നെ. അപ്പൊ ഞാൻ കമ്പ്യൂട്ടറിന്റെ USB കേബിൾ ഇതിനകത്തേക്ക് കുത്തുക. ഓക്കെ, ഇതിനകത്തേക്ക് കുത്തി. അപ്പൊ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നിങ്ങൾ കണ്ടില്ല, ഞാൻ ഈ സീരിയൽ അഡാപ്റ്റർ എന്റെ കമ്പ്യൂട്ടറിൽ ഇല്ലാത്തത് കാരണം സീരിയൽ അഡാപ്റ്റർ എടുത്തിട്ട് ഞാൻ ഇത് നോക്കിയേ, ഈ കേബിൾ വെച്ചിട്ട് ഇതിനകത്തേക്ക് കുത്തുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളിത് കാണില്ല, ഞാനത് മാറ്റി വെക്കാൻ പോവാം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ മെഷീൻ പവറായി, കണ്ടില്ലേ? ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? എൻ്റെ ബോർഡിലേക്ക് ഞാനിത് ഓൺ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ സോഫ്റ്റ്വെയർ. അപ്പം ഞാൻ പതുക്കെ ആ ഫയൽ ഒന്ന് ബ്രൗസ് ചെയ്യാം. ഓക്കെ, ബ്രൗസ് ചെയ്ത് ഞാനിപ്പം ഇന്നത്തെ വെബിനാറിൽ ഞാൻ മൈ പ്രോഗ്രാമിൽ ഷാർട്ട് അതാണ് ഞാൻ ബേൺ ചെയ്യാൻ പോകട്ടെ. ബേൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബേൺ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കാണാൻ എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ? അതൊരു സോഫ്റ്റ്വെയർ, ഹൈപ്പർ ടെർമിനൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഞാൻ എടുക്കുക. ഇതാണ് ഹൈപ്പർ ടെർമിനൽ. അപ്പോൾ അത് നെറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കമ്പ്യൂട്ടറും മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. ഞാൻ കോൺഫിഗർ ചെയ്യാം, ഒരു പേര് ഞാൻ കൊടുത്തു. ഓക്കെ, ബോർഡർ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഞാൻ COM3-ലാണ്. അപ്പം ഞാൻ അഡാപ്റ്റർ COM3 കോൺഫിഗർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ സാധനം വാങ്ങിക്കുമ്പോൾ ഓരോന്നിനോരോ കോം ആയിരിക്കും. അത് കേട്ടോ, ബോർഡർ റേറ്റ് ഞാൻ സെലക്ട് ചെയ്യാം 9600. അത് സെലക്ട് ആയിരിക്കണേ. മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. നോക്കിയേ. ഓക്കെ, നോക്കട്ടെ, സംതിങ് റോങ് വിത്ത് ദി കോഡ്. SBUF,A ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. സംതിങ് റോങ്. ഹൈപ്പർ ടെർമിനൽ. ഓക്കെ, ഹൈപ്പർ ടെർമിനൽ എടുക്കുന്നു, ബാൻഡ് ഞാൻ കണക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. സെലക്ട് COM3. ഓക്കെ, ഇറ്റ് ഈസ് 9600. ഓക്കെ കൊടുത്തു. വരുന്നില്ലേ? കാണുന്നില്ലേ? അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് അയക്കുക. ഇപ്പൊ വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ റിസീവ് ചെയ്യാനുള്ള ഒരു കോഡും കൂടെ എഴുതാൻ പോകും. ഓക്കെ, റിസീവ് ചെയ്യാനുള്ള കോഡ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് ഇൻട്രപ്റ്റില്ല. അപ്പൊ ട്രാൻസ്മിറ്റ് നമുക്ക് ഇൻട്രപ്റ്റ് ഇല്ലാതെ ചെയ്യാം. ചുമ്മാ സാധനം ബസ് ബഫിൽ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ ഒക്കെ പോയിക്കോളും. റിസീവ് ചെയ്യാനുള്ള കോഡാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, റിസീവ് ചെയ്യാനുള്ള കോഡ് പക്ഷെ റിസീവ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റും, അത് എപ്പോൾ ആണെങ്കിലും വരാം. അപ്പൊ നാച്ചുറലി അത് ഇൻട്രപ്റ്റ് തന്നെ എഴുതണം. അപ്പൊ ഞാൻ ഇൻട്രപ്റ്റ് ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇൻട്രപ്റ്റിന്റെ കോഡ് ഇവിടെ എഴുതുക. നോക്കുക, അപ്പൊ ഞാൻ അത് ടൈമിന്റെ കുറവ് കാരണം. ഓക്കെ, ഞാൻ ഇൻട്രപ്റ്റിന്റെ കോഡ് ഇവിടെ നിന്ന് എടുക്കാം. എല്ലാ സമയമാണ് നമ്മുടെ ഒരു വലിയ ഇഷ്യൂ. ഇപ്പം ഓക്കെ, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായാലും കൺട്രോളറിൽ ഇൻട്രപ്റ്റ് ഇപ്പൊ ഞാൻ സീരിയൽ എന്ന് തന്നെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ജസ്റ്റ് എഴുതാം. സീരിയൽ എന്ന് തന്നെ പേര് കൊടുക്കണം, ലേബൽ കൊടുക്കണം. ഇൻട്രപ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇൻട്രപ്റ്റ് എപ്പോഴും RETI എന്ന് പറയുന്ന ഇൻസ്ട്രക്ടർ റിട്ടേൺ ഇൻട്രപ്റ്റ് തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ അവസാനം അത് ഇട്ടത്. മറ്റേതൊക്കെ റിട്ടേൺ കാരണം ഒരു ഇൻട്രപ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ഡിസേബിൾ ആയി പോകും. അപ്പൊ അത് കാരണം ഞാനിത് പഴയത് കളയാം. ഓക്കെ, 2 RETI ഒക്കെ വന്നിട്ടുണ്ടാവും, കളയാം. അപ്പൊ ഇതൊരു ഇൻട്രപ്റ്റാണ്. ഇത് എന്താ ചെയ്തതെന്ന് നോക്കിയേ. ഞാനിവിടെ ഒരു ലേബൽ ഒന്ന് ഇടുക. ഓക്കെ, സീരിയൽ ഇന്ററപ്റ്റ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ സീരിയൽ ഇന്ററപ്റ്റ് വരുമ്പോൾ നേരെ ഇവിടെ ചാടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇവിടെ നോക്കുക, വന്നതാണോ അയച്ചതാണോ നമ്മൾ നോക്കണം. അതാണ് JBC എന്ന് പറയുന്ന ഇൻസ്ട്രക്ടർ. അപ്പൊ വന്നതാണെങ്കിൽ റിസീവ് ആണെങ്കിൽ RI ബിറ്റ് സെറ്റ് ആവും, ട്രാൻസ്മിറ്റ് ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ബിറ്റ് സെറ്റ് ആവും. അപ്പൊ നോക്കുകയാണ് JBC ജമ്പ് ബിറ്റ് ആൻഡ് ക്ലിയർ, പോകുമ്പോഴത്തേക്ക് ക്ലിയർ ചെയ്യും. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, വന്ന സാധനത്തിന് എടുത്ത് A വെക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. നാച്ചുറലി മെയിൻ പ്രോഗ്രാമിൽ എന്ത് ചെയ്യും, A അയക്കും. അങ്ങനല്ലേ കോഡ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഞാൻ ബിൽഡ് ചെയ്തു, ഞാൻ കോഡ് ബേൺ ചെയ്യാണ്. ഹലോ സാർ, എക്സ്ക്യൂസ് മീ സാർ. യെസ് യെസ് സാർ നമുക്ക് 10 മിനിറ്റ് കൂടെ ഉള്ളൂ, 11:50 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഓക്കെ സാർ. ഇത് ജസ്റ്റ് കാണിച്ചിട്ടെ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എ വന്നുകൊണ്ടിരിക്കുക, ഞാനിപ്പോ ക്യൂ അയക്കുക, കണ്ടോ ക്യൂ വരുന്നുണ്ടല്ലോ. അപ്പോ ഞാൻ ഇവിടുന്ന് അയച്ച സാധനം അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് ഒരു സെക്കൻഡിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അയച്ച സാധനം അവിടെ പോകുന്നു, അവിടെ തിരിച്ചു വരും. ഞാനിപ്പോ ഡബ്ല്യു അയക്കുക, ഉണ്ടോ ക്യാപിറ്റൽ ഡബ്ല്യു അയക്കുന്നു, സാധനം വന്നുകൊണ്ടിരിക്കും. ഒരു സാധനം കൂടെ ചെയ്തിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ബസർ ഓൺ ആക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഒരു വാല്യൂ അയക്കും, ഞാൻ പറയുകയാണ് സി അയക്കുമ്പോൾ റിലേ ബസർ ഓൺ ആണ്. അപ്പൊ ഞാൻ മെയിൻ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്താം കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ യൂസ് CJNE കണ്ടീഷണൽ ജമ്പ് നോട്ട് ഈക്വൽ ടു എയിലേക്ക് നോക്കുക. CJNE A, ഹാഷ് പറയാണ്. സി ആണെങ്കിൽ റിലേ ഓൺ ചെയ്യാൻ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ് നോ. അപ്പൊ ഞാൻ പറയാണ് ലൂപ്പ്, അവിടെ നിന്ന് എടുക്കാം. അപ്പൊ ഞാനിപ്പോൾ അതൊക്കെ ആ ഒരു പ്രോഗ്രാം കൂടെ അവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഒരു CJNE അതിനകത്ത് ഇല്ല. ഓക്കെ, ഞാൻ എഴുതാൻ പോവാണേ. അപ്പൊ ഞാൻ CJNE നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ യു ഗോ ടു ലൂപ്പ്, തിരിച്ചു പോകാൻ പറയും. ആണെങ്കിൽ സെറ്റ് ബി ബസർ ഓൺ ആണെങ്കിൽ എന്ന് വെച്ചാൽ സി ആണെങ്കിൽ സെറ്റ് ബി ബസർ. ഇല്ലെങ്കിലോ? അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ടോ ഇവിടെ എഴുതാണ് ലൂപ്പ്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ക്ലിയർ ബസർ. ഓക്കെ, ജസ്റ്റ് ജമ്പ് ലൂപ്പ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സി ആണോ നോക്കും. സി ആണെങ്കിൽ അല്ല സോറി ജമ്പാണ്. സി ആണെങ്കിൽ നേരെ, സി അല്ലെങ്കിൽ നേരെ വെളി പോകും. സി ആണെങ്കിലോ തൊട്ട് ക്ലിയർ ചെയ്തിട്ട് ലൂപ്പിൽ പോകും. അപ്പൊ നോക്കാം, ഞാൻ വീണ്ടും ബേൺ ചെയ്യാം. അതായത് സൗണ്ട് കേൾക്കാൻ തോന്നില്ലേ? നോക്കട്ടെ. എ വന്നുകൊണ്ടിരിക്കുക, ഞാൻ സി അയക്കുക, ക്യാപിറ്റൽ സി. കേൾക്കാവോ സൗണ്ട് നിങ്ങൾക്ക്? ബസറിന്റെ സൗണ്ട് സി കേൾക്കുന്നില്ലേ? ഞാൻ എ അയച്ചു. സാർ കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ലൂപ്പ്, സ്റ്റെം ലൂപ്പ്. ഇല്ലെങ്കിൽ ക്ലിയർ ബസർ. ഒരു കാര്യം ഒന്നുകൂടെ ബേൺ ചെയ്യാം. നോക്കിയോ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി സെൻഡിങ്. സി അയക്കുക, ബസർ ഓൺ ആയി. ഓഫ് ചെയ്യാനുള്ള കോഡ് എഴുതിയിട്ടില്ല, സമയത്തിന്റെ ഒരു ഷോർട്ടേജ് കാരണം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈക്രോ കൺട്രോളറിൽ ഈ പ്രോഗ്രാം എഴുതി, ഒരു അസംബ്ലി കോഡ് പ്രോഗ്രാം എഴുതി. അത് ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് ബോർഡിൽ വെച്ചുകൊണ്ട് തന്നെ, ഞാൻ മൈക്രോ കൺട്രോളർ ഒന്നും പുറത്തെടുത്താൽ നിങ്ങൾ കണ്ടില്ല അല്ലെ, ബോർഡിൽ തന്നെ ഇരിക്കുകയാണ്. അതാണ് ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ്. ബോർഡിൽ വെച്ചുകൊണ്ട് തന്നെ USB വഴി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കോഡ് എഴുതി സംഭവം എക്സിക്യൂട്ട് ചെയ്തു. ഇതാണ്. ഇതിപ്പോ ഇത്ര ചെയ്യാൻ ഇത്ര നിങ്ങൾ ബുദ്ധിമുട്ടിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഈ കോഡ് എഴുതുന്നതൊന്നും നിങ്ങൾ സ്വന്തം എഴുതണ്ട. ഫസ്റ്റ് നിങ്ങൾ നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി റിട്ടേൺ കോഡുകൾ ഉണ്ട്. അത് കോപ്പി ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുക, യൂസ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, മൈക്രോ കൺട്രോളർ ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8051 വെച്ചിട്ടൊരു പ്രോജക്റ്റ്, നമ്മൾ ഈ അടുത്ത സെമസ്റ്ററിലൊക്കെ നമ്മൾ ഈ മറ്റു മൈക്രോ കൺട്രോളറെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. 8051 വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 89S51 വാങ്ങിക്കുക. കാരണം S51 മാത്രമേ നമുക്ക് എങ്ങനെ സീരിയൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ, സിയിൽ പറ്റില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്രോഗ്രാമർ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിലോ ഓൺലൈനിലോ ചെന്ന് കഴിഞ്ഞാൽ ഒരു 400 രൂപ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമർ കിട്ടും. ആ ബ്രെഡ് ബോർഡിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജനറൽ പർപ്പസ് ബോർഡിലൊക്കെ ചെയ്തെടുക്കാം. എന്നിട്ട് ആ പ്രോഗ്രാമറിന്റെ മിസോ, മോസി, SCK റീസെറ്റ് പിന്നുകൾ മൈക്രോ കൺട്രോളറിന്റെ കറസ്പോണ്ടിങ് പിന്നിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഡ്രൈവറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക, ബേൺ ചെയ്യാനുള്ള പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ കീൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ആവശ്യമുള്ള കോഡുകൾ സ്വന്തം എഴുതാൻ ശ്രമിക്കേണ്ട. അങ്ങനെയൊന്നും അല്ല പഠിക്കേണ്ടത്. നമ്മൾ ലാബിൽ ചെയ്യുന്ന പോലെ ഇതൊന്നും സ്വന്തം പുസ്തകത്തിനകത്തൊന്നും എഴുതി ചെയ്യേണ്ട. നമ്മൾ ഓരോ കോഡുകൾ ഓരോ മൊഡ്യൂളായിട്ട് എടുത്ത് ടെസ്റ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ സാധനം കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ നോട്ട് പാഡ് കൊണ്ടിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ഈ സമയത്തുള്ളിൽ തീരത്തില്ല.
എന്നിട്ട് കോഡ് അതിനകത്ത് പകലെ പ്ലേസ് ചെയ്ത്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം കണ്ടില്ലേ, നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ സബ് റൂട്ടീൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ലൂപ്പിലാണ് കിടക്കുന്നത്, ഒരു കണ്ടിന്യൂസ് ലൂപ്പിൽ നമ്മളത് ചെയ്യുന്നു, ഡാറ്റ അയക്കുന്നു. ബസർ ഒരു കണ്ടീഷണൽ ജമ്പ് വെച്ചിട്ട് നമ്മൾ ബസർ ചെക്ക് ചെയ്യാൻ നോക്കുന്നു, ഇല്ലെങ്കിൽ തിരിച്ചു പോകുന്നു. അപ്പോൾ ജമ്പ് നോട്ട് ഇഫ് CJNE സി അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു ലൂപ്പ്. സി ആണെങ്കിൽ അപ്പൊ ഇവിടെ ഒരു പ്രശ്നം പറ്റിപ്പോയി. ഓക്കെ, ഞാൻ ഇവിടെ ലൂപ്പ് 1 എന്നാക്കി കഴിഞ്ഞാൽ ഞാനിപ്പോ എനിക്കിപ്പം ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം നേരത്തെ നിങ്ങൾ കണ്ടു അല്ലേ. ഞാൻ ലൂപ്പ് 1 എന്നാക്കുക, അപ്പൊ നേരെ ഇങ്ങോട്ട് പൊയ്ക്കോളും, ക്ലിയർ ബസർ വരും. ഞാനിവിടെ പറയണം ലൂപ്പ് 1 നോക്കണേ. ഞാൻ ഒന്നും കൂടെ ബേൺ ചെയ്യാം, ബിൽഡ് ചെയ്യാണ്, ബേൺ ചെയ്യാണ്. ഹൈപ്പർ ടെർമിനൽ എടുത്ത് എ വരുന്നു, സി അയച്ചു. സ്മോൾ സി അയച്ചാൽ പറ്റില്ല, ക്യാപിറ്റൽ സി അയച്ചു, വേറൊന്നും അയച്ചു, ഓഫായി. അപ്പൊ കണ്ടോ, ഓണും ഓഫും ആകാനും പറ്റുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സി അയക്കുമ്പോൾ ഓണാവും. ആ സാധനം തിരിച്ചയക്കുകയാണ് കേട്ടോ, അങ്ങനെയാണ് കോഡ് എഴുതിയിരിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ സാധനം തിരിച്ചയക്കാൻ എഴുതിയിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. വേറെ വാല്യൂ വെച്ച് ഓഫായി. ഇപ്പൊ റിലേ വേണമെങ്കിൽ ഓൺ ചെയ്യാം. റിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ നിങ്ങൾക്ക് ലോഡാ കണക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞാനിപ്പോ സെറ്റ് ബി റിലേ 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 സ്മോൾ റിലേ വേണം, കാരണം അവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് റിലേ. ഇവിടെ ഞാൻ പറയാണ് ക്ലിയർ റിലേ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ, ക്ലിയർ റിലേ അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ബിൽഡ് ചെയ്യാം. ഇപ്പൊ ബസർ അടിക്കുന്ന ബസർ ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ, കാരണം ഇപ്പൊ ബസർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് റിലേയുടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ബസർ ഓഫ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തോളൂ. നോക്കണേ. അപ്പൊ ഞാൻ ഹൈപ്പർ ടെർമിനൽ എടുത്തു, എ വന്നുകൊണ്ടിരിക്കുക. കേൾക്കാൻ പറ്റുമോ നോക്കൂ. ഞാനിപ്പോ കുറച്ച് എൻ്റെ സി അയച്ചു, ക്യാപിറ്റൽ സി അയച്ചു. ബസറാണ് പ്രോഗ്രാമിൽ ബസർ ഓൺ ആക്കുന്നതിനാണ് എഴുതിയിരിക്കുന്നത്. നോക്കട്ടെ, സെറ്റ് ബി ഓർ റിലേ. ഇവിടെ എന്നിട്ട് ഇനി പ്രോബ്ലം വന്നു, ഇവിടെ എറർ വന്നു, അതാണ് അത് ബേൺ ആയില്ല. ഓക്കെ, നോക്കോ, സൗണ്ട് കേൾക്കാവോ നിങ്ങൾക്ക്? നോക്കണേ, കേൾക്കുന്നില്ലേ? ടക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? റിലേ ഓൺ ആവുക, സ്വിച്ചാണ് റിലേ. സി അയക്കുമ്പോൾ റിലേ ഓണായി, ബി ഏറെ ഏത് അയച്ചാലും ഓഫ് ആവും. സി അയച്ചാൽ ഓണായി. അപ്പോ ഇതാണ് ബേസിക്കലി ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ ഇന്റർഫേസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സമയത്തിന്റെ ഒരു വലിയ അപര്യാപ്തത ഉള്ളത് കാരണം എനിക്ക് തൽക്കാലം നിർത്തേണ്ടി വരാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ സാർ, സാർ ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ? ചോദിച്ചോ. Sir, first question, how microcontroller used to communicate with other planet? Question from Ammu. Yes, that is an excellent question. Right. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോട്ടോകോൾസ് ആണ് തീരുമാനിക്കുക ഒരു പ്രോട്ടോകോളിനെ വേറെ പ്രോട്ടോകോളായിട്ട് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് അമേരിക്കയിലേക്കാണ് കമ്മ്യൂണിക്കേറ്റ്, അതായത് നമുക്ക് വേറെ പ്ലാനറ്റ് വിട്ടു പോകാം. അപ്പൊ ഞാൻ ഈ സീരിയൽ പോർട്ടിൽ ഞാൻ എന്ത് ചെയ്യും, സീരിയൽ പോർട്ടിൽ ഞാൻ വൈഫൈ മൊഡ്യൂൾ വെച്ചിട്ട് ഒരു റൂട്ടർ വഴി സാധനം അങ്ങോട്ട് ഡേറ്റ അയക്കും. അതേപോലെ ഓൾറെഡി പ്രോട്ടോകോൾ ഉണ്ട്, ഭൂമിയും ചൊവ്വയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോൾ ഓൾറെഡി നിലവിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അയക്കുന്ന വാല്യൂ വൈഫൈ ഉപയോഗിച്ച് യു ക്യാൻ സെൻഡ് ഇറ്റ് ടു ദാറ്റ് സിസ്റ്റം ആൻഡ് യൂസിങ് ദാറ്റ് പ്രോട്ടോകോൾ ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ടു അതർ പ്ലാനറ്റ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് സീരിയൽ പോർട്ട് വഴി ഡാറ്റ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സീരിയൽ പോർട്ട് ഇവിടെ നിന്ന് എനിക്ക് നാസിലേക്ക് അയക്കണ്ടേ, നാസിലേക്ക് എങ്ങനെ അയക്കാൻ പറ്റും? നമ്മൾ TCP/IP പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. TCP/IP പ്രോട്ടോകോൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈഫൈ റൂട്ടർ വഴി നമ്മുടെ സർവീസ് പ്രൊവൈഡറിന്റെ അടുത്ത് ചെന്ന് അവിടെ നിന്ന് ഡാറ്റ അവർക്ക് എടുക്കാം. എന്നിട്ട് ആ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇപ്പം അവിടുത്തെ റോമറിലേക്ക് അയക്കാൻ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ വിത്ത് പ്രോട്ടോകോൾ കൺവേർഷൻ യു ക്യാൻ കൺവേർട്ട് എനി പ്രോട്ടോകോൾ ടു അനദർ. ലോകത്ത് എവിടെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പക്ഷേ യു ഹാവ് ടു യൂസ് സൂട്ടബിൾ പ്രോട്ടോകോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. Next question from Vishnu TC. Okay. Sir, question is, sir, could you explain why crystal frequency of 11.0592 megahertz often used by 8052 microcontroller? Okay. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറയാണ് 11 കാണാമെന്നുണ്ട് 0.592 മെഗാ ഹെർട്സ് ആണ് അല്ലെ.
1, 2, 3, 4, 5, 6 അല്ലേ? 6. ഇതിനെ നിങ്ങൾക്ക് 9600 ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. ലെറ്റ് മി ടേക്ക് മൈ കാൽക്കുലേറ്റർ. ഞാൻ 11,0592 ഡിവൈഡഡ് ബൈ 9600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,0592 11,0592 divided by 9,600 എന്ന് പറഞ്ഞാൽ വിൽ ഗെറ്റ് 1152. ഇഷ്ടമില്ലാതെ കിട്ടി. അപ്പൊ നിങ്ങൾ ഈ വാല്യൂവിനെ ഏതൊരു മോഡറേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും സിസ്റ്റം കിട്ടത്തില്ല. സിസ്റ്റം കിട്ടിയാൽ എന്ത് പറ്റും? അപ്പൊ നിങ്ങൾ ക്ലോക്ക് ഫ്രീക്വൻസി ഓരോ തവണ വരുമ്പോഴത്തേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയ എറർ വരും. അപ്പൊ ഇപ്പം നിങ്ങളുടെ ക്ലോക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഒരു ചെറിയ സിസ്റ്റമാണ് ഈ കാണിക്കുന്നത്. അതിങ്ങനെ ആഡ് ചെയ്ത് പോകും. അപ്പോൾ റിസീവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പെർഫെക്റ്റ് സിൻക്രണൈസേഷൻ ക്ലോക്കിൽ കിട്ടില്ല. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം. Whenever you select crystal for serial communication, you have to make sure that the crystal frequency is perfectly divisible with all baud rates. അങ്ങനെ ഒരു വാല്യൂ ഇതേ ഉള്ളൂ. ഇതൊന്നും ആലോചിക്കണ്ട. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് 11.059200. Next question. Okay, sir. Next question. Next question, അനന്തകൃഷ്ണൻ പി. സാർ, ഓർഡിനോ പ്രോഗ്രാം ചെയ്യുന്നത് ഇതുപോലെയല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. ഓർഡിനോ. കറക്റ്റ്. നല്ല ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് ഇൻ സർക്യൂട്ടിൽ വെച്ച് 2 രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. അത് ഇതിൽ ചെയ്യാം കേട്ടോ. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒന്ന്, യൂസ് ICSP ഫീച്ചർ, ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ് ഫീച്ചർ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ സീരിയൽ പോർട്ട് വഴി നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. സീരിയൽ പോർട്ട് വഴി പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ മൈക്രോ കൺട്രോളറിന്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രോഗ്രാം ബേൺ ചെയ്ത് വെക്കണം. അതിനാണ് നമ്മൾ ബൂട്ട് ലോഡർ എന്ന് പറയാം. അപ്പൊ ഈ ബൂട്ട് ലോഡർ പ്രോഗ്രാം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനകത്തൊരു മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തതിന് മുമ്പ് അതിനകത്തൊരു ചെറിയ പ്രോഗ്രാം ബേൺ ചെയ്ത് വെക്കണം. ബൂട്ട് ലോഡർ ഏരിയയിൽ 8051 അതില്ല, AVRലൊക്കെ ഉണ്ട്. അത് സ്വന്തമായിട്ട് എടുത്ത് പ്രോഗ്രാം. ഇപ്പോഴത്തെ മൊബൈൽ ഫോണുകളൊക്കെ അങ്ങനെയല്ലേ? മൊബൈൽ ഫോണിലൊക്കെ അപ്ഡേഷൻസ് സ്വന്തം ചെയ്യല്ലേ? അപ്പോൾ ബൂട്ട് ലോഡർ നിങ്ങൾ മൈക്രോ കൺട്രോളറിന്റെ ഉള്ളിൽ ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയൽ പോർട്ട് വഴി നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ട ഡേറ്റ വന്നു കഴിഞ്ഞാൽ ആ ബൂട്ട് ലോഡർ എടുത്തിട്ട് അത് ഫ്ലാഷിനുള്ളിൽ ബേൺ ചെയ്തോളും. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാന്ന് പറഞ്ഞാൽ ICSP യൂസ് ചെയ്യുന്നതിന് പകരം യു ബെറ്റർ ഗോ ഫോർ ബൂട്ട് ലോഡർ. ഈവൻ ദാറ്റ് ക്യാൻ ബി ഡൺ വിത്ത് 8051 ഓൾസോ. കുറച്ച് അഡ്വാൻസ് കാര്യമായത് കാരണം ഞാൻ പറഞ്ഞതാ. അഡ്നോയിൽ യൂസ് ചെയ്യുന്നത് ബൂട്ട് ലോഡറാണ്. അഡ്നോയുടെ അറ്റ്മേഗ 328 ബൂട്ട് ലോഡർ ബേൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ സീരിയൽ പോർട്ട് വഴി തന്നെ നിങ്ങൾക്ക് ബേൺ ചെയ്യാം. ഇതും അങ്ങനെ ചെയ്യാം. അഡ്വാൻസ് ലേണേഴ്സിന് അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചോദ്യമാണ്. ഇത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈവൻ സെയിം തിങ് ക്യാൻ ബി അപ്ലൈഡ് ഹിയർ. പക്ഷെ ഞാൻ ഈ ഒരു സെമിനാറിലേക്ക് വന്നിരുന്ന ബൂട്ട് ലോഡറിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പൊ അത് കാരണം ആ പ്രോഗ്രാമിംഗ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അഡ്നോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് അഡ്നോ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാം കേട്ടോ. ഈവൻ നിങ്ങൾക്ക് USB ISP ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് അഡ്നോ ടു പ്രോഗ്രാം 889S51. അത് നെറ്റിൽ നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sir, next question. Can we connect microcontroller to camera? എന്താവശ്യത്തിനാണ്? അതൊരു ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. മൈക്രോ കണ്ടെയ്നർ ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് പ്രോസസ് ചെയ്യാനല്ലേ? ക്യാമറ ഓൺ ചെയ്യാനാണെങ്കിൽ കണക്ട് ചെയ്യാം. ഇമേജ് പ്രോസസ് ചെയ്യാനായിട്ട് 8051 പറ്റത്തില്ല. 8051 സ്പീഡ് വളരെ കുറവാണ്. അത് ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു സൗണ്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അത് പ്രോസസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോ 8051 ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ യു ക്യാൻ കണക്ട് ഇറ്റ് ത്രൂ USB, നോ പ്രോബ്ലം. ബട്ട് യു കനോട്ട് യൂസ് 8051 ടു പ്രോസസ് ദി പിക്ചർ ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഒരു 32-bit പ്രോസസ് മൈക്രോ കൺട്രോളേഴ്സോ 64-bit മൈക്രോ കൺട്രോളേഴ്സോ ഒക്കെ യൂസ് ചെയ്യണം. അങ്ങനെ ഒരു ആപ്ലിക്കേഷന് നിങ്ങൾക്ക് റാസ്ബെറി പൈ എന്ന് പറയുന്ന ബോർഡ് യൂസ് ചെയ്യണം. അത് ബ്രോഡ്കോമിന്റെ 64-bit പ്രോസസറാണ്. 8051 മറന്നു. അപ്പം ചോദ്യം എന്താ? ചോദ്യത്തിന്റെ ആൻസർ എന്താ? യു ക്യാൻ കണക്ട് ഓർ യു ക്യാൻ കൺട്രോൾ camera using microcontroller, but not using 8051. You go for a higher end processor. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
application, you go for Raspberry Pi, not 805. നിങ്ങൾ ഇപ്പോൾ 805 ഈ സെമസ്റ്റർ പഠിച്ചു, അടുത്ത AVR പഠിക്കുമ്പോഴത്തേക്കും ഇത് യൂസ് ചെയ്യില്ല, കാരണം AVR കുറച്ചുകൂടെ ബെറ്റർ പ്രോസറാണ്. ഇപ്പം നിങ്ങൾ തേർഡ് സെമസ്റ്ററിൽ പഠിക്കുന്നു, നിങ്ങൾ 805 ഉപയോഗിക്കുന്നു. നിങ്ങൾ അടുത്ത സെമസ്റ്റർ ആകുമ്പോൾ നിങ്ങൾ തിങ്ക് അബൌട്ട് യൂസിങ് ഓൺലി AVR, കാരണം അത് ഇറ്റ്സ് എ ബെറ്റർ പ്രോസർ. ഒരുപാട് സീലൊക്കെ കോഡ് ചെയ്യാനൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, I think the question is answered properly. Next question. Okay, sir. Last question regarding textbook for reference. Okay. ഇതിൽ ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ സിലബസിൽ പറയുന്നത് തന്നെയാണ്, ഒന്നുകിൽ 8051 മൈക്രോ കൺട്രോളർ യൂസിങ് കെന്നത്ത് ജെ അയാല, അല്ലെങ്കിൽ മസീദി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ 91 ബിടെക് പാസ്സായ ആളാണ്. 91 ബിടെക് പാസ്സാവുന്ന സമയത്ത് ഈ മൈക്രോ കൺട്രോളർ മൈക്രോ കൺട്രോളർ അത്ര സിലബസ് ഒന്നും ഇല്ലായിരുന്നു. ഞാനിത് എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കെന്നത്ത് ജെ അയാല വായിച്ചു തന്നെയാണ് പഠിച്ചത്. അത് ആദ്യം മുതൽ പതുക്കെ പഠിക്കാനൊന്നും ശ്രമം നടത്തണ്ട. സോ നല്ലൊരു റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെന്നത്ത് ജെ അയാല 8051 ഓർ മസീദി, ഈ രണ്ട് ബുക്കുകളും ക്വയറ്റ് ഓക്കെ. ബട്ട് നെവർ ഗോ ഫോർ ടെക്സ്റ്റ് ബുക്ക് ഇഫ് യു ആർ എ ഹോബീസ്റ്റ്. കളക്ട് ഇൻഫർമേഷൻ ഫ്രം ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലെ ഇൻഫർമേഷൻ വീഡിയോകളെ കണ്ട്, ഇതൊക്കെ പുസ്തകം വായിച്ചു വരാൻ ഒരുപാട് സമയമെടുക്കും, അതിനൊന്നുള്ള ടൈം നമുക്കില്ല. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ആൾക്കാർ പറയും, അപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 പേജ് വായിക്കണം, അത് വേണ്ടല്ലോ. സോ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് യു ക്യാൻ റെഫർ 8051. ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തം വരയ്ക്കാം, നിങ്ങൾ ഒന്നും റെഫർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ബേസിക് അറിയാമെന്നുണ്ടെങ്കിൽ everything you can draw it to yourself. എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു എന്ന് കരുതുന്നു. ഓക്കെ സാർ, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. നോ മോർ ക്വസ്റ്റ്യൻസ്. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം സാർ. ആയിക്കോട്ടെ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഓൾ അറ്റൻഡ് ചെയ്തു.